ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ഹായ് ഷിബു ചേട്ടാ. ഹായ് 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 എല്ലാവർക്കും എല്ലാവർക്കും നന്ദി. നമ്മൾ ബിഗ് ബുക്ക് ലൈൻ ബൈ ലൈൻ ഓരോ വരികളിലും എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം 73-ാമത്തെ പേജ് വരെ എത്തി. അത് പ്രവൃത്തി പദത്തിലേക്ക് എന്നുള്ള ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് 5-ാം പടിയെ കുറിച്ചാണ്. 5-ാം പടിയുടെ വാഗ്ദാനങ്ങളെ കുറിച്ചാണ്. അതിനകത്ത് നമുക്കൊരു 10 വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. ഒരിക്കൽ കൂടി അത് നോക്കാം. എന്താണ്, നമ്മള് ഒന്നും മറച്ചു പിടിക്കാതെ ഈ പടിയിലെത്തുമ്പോൾ ഒന്നും മറച്ചു പിടിക്കരുത്. ഭൂതകാലത്തിന്റെ ഓരോ ഇരുണ്ട വിള്ളലിലും സ്വഭാവത്തിലെ ഓരോ വൈകല്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അഹങ്കാരം മാറ്റി വെച്ചുകൊണ്ട് നാം 5-ാം പടിയിലേക്ക് വരണം എന്നാണ് പറയാ. അപ്പോ നമ്മൾ ഒന്നും മറച്ചു പിടിക്കാതെ വരുമ്പോ പഠിക്കാതെ ഇത് ചെയ്യുമ്പോൾ ഒന്നാമത്തേതായി നമ്മൾ ആഹ്ലാദവും സന്തോഷവും ഉള്ളവരായി തീരുന്നു എന്നാണ്. വി ആർ ഡിലൈറ്റഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. രണ്ടാമത്തെ പ്രോമിസ് എന്താണ്, വാഗ്ദാനം എന്താണ്? നമുക്ക് ലോകത്തെ അതിന്റെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ട് നേരിടാനാകുന്നു. വി ക്യാൻ ലുക്ക് ദ വേൾഡ് ഇൻ ദ ഐ. അപ്പോ മൂന്നാമത്തെ വാഗ്ദാനം, ഒറ്റയ്ക്കാകുമ്പോൾ പോലും പൂർണ്ണമായ സമാധാനവും ആശ്വാസവും അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നു. വി ക്യാൻ ബി എലോൺ അറ്റ് പെർഫെക്റ്റ് പീസ് ആൻഡ് ഈസ്. അതായത് പൂർണ്ണമായ സമാധാനവും ആശ്വാസവും. നാലാമത്തെ വാഗ്ദാനം എന്താണ്? നമ്മളിൽ നിന്ന് നമ്മുടെ ഭയം വിട്ടുപോകുന്നു. അവർ ഫിയേഴ്സ് ഫോൾ ഫ്രം അസ് എന്നാണ് നാലാമത്തെ വാഗ്ദാനം. അഞ്ചാമത്തെ വാഗ്ദാനം എന്താണ്? സൃഷ്ടികർത്താവിന്റെ സാമീപ്യം അനുഭവിക്കുവാൻ കഴിയുന്നു. അപ്പൊ വി ബിഗിൻ ടു ഫീൽ ദ നിയർനെസ് അവർ ക്രിയേറ്റർ. ആറാമത്തെ വാഗ്ദാനം, നമുക്ക് ചില ആത്മീയമായ വിശ്വാസങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം. ബട്ട് നൗ വി ബിഗിൻ ടു ഹാവ് എ സ്പിരിച്വൽ ബിലീവ്സ്. വി മേ ഹാവ് ഹാർഡ് സർട്ടൻ സ്പിരിച്വൽ ബിലീവ്. ഏഴാമത്തെ വാഗ്ദാനം എന്താണ്? ഇപ്പോൾ ആത്മീയ വിശ്വാസത്തിന്റെ അനുഭവം ഉണ്ടാകാൻ തുടങ്ങുന്നു എന്നാണ്. ബട്ട് നൗ വി ബിഗിൻ ദ സ്പിരിച്വൽ ബിലീവ്സ്. എട്ടാമത്തെ വാഗ്ദാനം എന്താണ്? ബട്ട് നൗ വി ബിഗിൻ ടു ഹാവ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. നമുക്ക് ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അപ്പൊ മൂന്ന് തലത്ത് 6ഉം 7ഉം 8ഉം പ്രോമിസിൽ അവർ പറയുന്നത് ആത്മീയ വിശ്വാസം ഉണ്ടാകും, ആത്മീയ അനുഭവം ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നതാണ്. 9ാമത്തെ വാഗ്ദാനം എന്താണ്? ഇടയ്ക്കിടെ ശക്തമായി വന്നുകൊണ്ടിരുന്ന കുടിപ്രശ്നം അപ്രത്യക്ഷമാകും. ദ ഫീലിംഗ് ദാറ്റ് ദ ഡ്രിങ്ക് പ്രോബ്ലം ഹാസ് ഡിസപ്പിയർഡ് വിൽ ഓഫൺ കം സ്ട്രോങ്ലി. അത് വളരെ ശക്തമായിട്ട് ഇടയ്ക്കിടെ വന്നുകൊണ്ടിരുന്ന കുടിപ്രശ്നം അപ്രത്യക്ഷമാകും 5-ാം പടി കഴിയുമ്പോൾ. പത്താമത്തെ വാഗ്ദാനം, പ്രപഞ്ച ശക്തിയുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് വിശാലമായ നടപ്പാതയിലാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. വി ഫീൽ വി ആർ ഓൺ ദ ബ്രോഡ് ഹൈവേ വാക്കിംഗ് ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ദ സ്പിരിച്വൽ ഓഫ് യൂണിവേഴ്സ്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിച്ചാണ്, ഈ ഗോഡിനെ നമ്മളിപ്പോഴും ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ടു ഹിം എന്നുള്ള രീതി തന്നെയാണ് ബുക്കിൽ പ്രതിപാദിക്കുക. അപ്പം ഞാനിപ്പോ അവിടെ ഗോഡ് എന്നോ അല്ലെങ്കിൽ മറ്റെന്ത് വാക്ക് ഉപയോഗിച്ചാലും ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം എന്നുള്ള അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് അത് എടുക്കേണ്ടത്. അപ്പൊ ഈ ഏകദേശം 10 വാഗ്ദാനങ്ങള് അതില് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 2-ാം പടിയിൽ മുതല്. അപ്പൊ എപ്പോ വേണമെങ്കിലും നമുക്ക് സ്പിരിച്വാലിറ്റി ഉണ്ടാകാം. സ്പിരിച്വാലിറ്റി 2-ാം പടി മുതല് 3-ാം പടി മുതല് ചിലപ്പോൾ 4-ാം പടി ചെയ്യുമ്പോഴായിരിക്കും, അപ്പൊ 5-ാം പടി ചെയ്യുമ്പോഴേക്കും ഈ സ്പിരിച്വാലിറ്റി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ആത്മീയ ഉണർവ് ഉണ്ടാകുന്നത്. 12 പടികൾ വരെ എത്താനോ അല്ലെങ്കിൽ ബിഗ് ബുക്ക് നമ്മളോട് നിങ്ങൾക്കെല്ലാം ആത്മീയ ഉണർവ് ഉണ്ടായിരിക്കുന്നു എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഈ പ്രോസസ്സിങ്ങില് ഈ 12 പടികളുടെ ഏതെങ്കിലും പ്രോസസ്സിങ്ങിൽ വെച്ച് എവിടെ വെച്ച് വേണേലും നമുക്ക് ഈ ആത്മീയ ഉണർവ് ഉണ്ടാകാം. എന്ന് വെച്ചാൽ അവേക്കണിങ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മളിലെ ആത്മീയതയെ ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ് 12 പടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗം വായിച്ചുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് തുടങ്ങാം. വീട്ടിലേക്ക് മടങ്ങി എത്തിയിട്ട് അത് വായിക്കാവോ നോമലെ? വായിക്കാം. വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് 1 മണിക്കൂർ നിശബ്ദമായിരിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലം കണ്ടെത്തുന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൂടുതൽ നന്നായിട്ട് അറിയാൻ കഴിയുന്നതിൽ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ വലിപ്പിൽ നിന്ന് ഈ പുസ്തകം എടുത്തിട്ട് 12 പടികൾ ഉൾക്കൊള്ളുന്ന പേജ് ഞങ്ങൾ മറിച്ചെടുക്കുന്നു. ആദ്യത്തെ 5 പടികൾ ശ്രദ്ധയോടെ വായിച്ച് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവസാനം അതിലൂടെ സ്വതന്ത്രനായി നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു കവാടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞങ്ങളുടെ ശ്രമം ഉറപ്പാർന്നതായിരുന്നു. കല്ലുകൾ യഥാർത്ഥ സ്ഥാനത്ത് തന്നെയാണോ? അടിത്തറയിൽ ഇടേണ്ടുന്ന സിമന്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ ലുപ്ത കാട്ടിയിട്ടുണ്ടോ? ചരല് കൂടാതെ കുമ്മായ കൂട്ടുണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ?
ഇത്തരം ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്തപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്തും വെയിറ്റിംഗ് പറഞ്ഞിട്ടില്ല, നമ്മളോട് വിശ്രമിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ പറയാണ്, റിട്ടേണിംഗ് ഹോം വി ഫൈൻഡ് എ പ്ലേസ് വെയർ വി ക്യാൻ ബി ക്വയറ്റ് ഫോർ ആൻ അവർ. അതായത് 1 മണിക്കൂർ ശാന്തമായിട്ട് ഇരിക്കാനുള്ള, അല്ലെങ്കിൽ വളരെ സൗമ്യമായിട്ട് നിശ്ചലനായിട്ട് അനക്കമില്ലാതെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാനുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തുന്നു. കെയർഫുള്ളി റിവ്യൂവിങ് വാട്ട് വി ഹാവ് ഡൺ, എന്താണ് നമ്മൾ ചെയ്തതെന്ന് നമ്മൾ നോക്കുന്നു. എന്താണ് നമ്മൾ ചെയ്തത്? ഒന്ന്, അഡ്മിറ്റിംഗ് പവർലെസ്നെസ് ഇൻ സ്റ്റെപ്പ് 1 ഓപ്പൺ അസ് ടു ദി പവർ ഇൻ സ്റ്റെപ്പ് 2. അതായത് 1-ാം പടിയില് നമ്മളുടെ പവർലെസ്നെസ്, ശക്തിയില്ലായ്മ, മദ്യത്തിന് മുന്നിലുള്ള ശക്തിയില്ലായ്മ അംഗീകരിക്കുമ്പോൾ നമുക്ക് വേറൊരു വാതിൽ തുറക്കുകയാണ്. ആ വാതിൽ എന്താണ്? സ്റ്റെപ്പ് 2. മറ്റൊരു ശക്തി നമ്മളെ സഹായിക്കുമെന്നുള്ളൊരു വിശ്വാസം. രണ്ടാമത്തെ കാര്യം എന്താണ്? ബിലീവിംഗ് ഇൻ ദാറ്റ് പവർ ഇൻ സ്റ്റെപ്പ് 2 പ്രിപ്പയർ അസ് ഫോർ ദ ഡിസിഷൻ ടു ടേൺ അവർ തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ഓവർ ടു ദാറ്റ് പവർ ഇൻ സ്റ്റെപ്പ് 3. അതായത് നമ്മൾ 2-ാമത്തെ പടിയിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ 3-ാമത്തെ പടിയില് നമ്മളുടെ തീരുമാനങ്ങൾ, അതായത് ഡിസിഷൻ ടു ടേൺ അവർ തോട്ട്സ് ആൻഡ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇച്ഛയും ജീവിതം എന്നാണ് നമ്മുടെ മലയാളത്തിൽ വിവരിച്ചത്. അപ്പൊ ഇച്ഛ എന്താണ്? ചിന്തകളാണ്. ആക്ഷൻ ഇച്ഛയും ജീവിതം എന്താണ്? ആക്ഷൻസ് ആണ്. പ്രവൃത്തികളുടെ ഒരു കൂട്ടമാണ് ജീവിതം. ചിന്തകളുടെ ഇതാണ് ഇച്ഛ. അപ്പം മൈ വില്ലിൽ നിന്ന് ഗോഡ്സ് വില്ലിലേക്ക് നമ്മൾ തിരിയാൻ തയ്യാറാവുന്നു. അതെവിടെ ഇപ്പൊ നമുക്ക് സ്റ്റെപ്പ് 3. അപ്പം ദ ഡിസിഷൻ ബിലീവിംഗ് ഇൻ ദാറ്റ് പവർ ഇൻ സ്റ്റെപ്സ് 2, അതായത് 2-ാമത്തെ പടിയിലെ ശക്തിയിൽ വിശ്വസിക്കുമ്പോൾ പ്രിപ്പയർസ് അസ് ഫോർ ദ ഡിസിഷൻ ടു ടേൺ, അതായത് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്. എന്താണ് തീരുമാനം? എന്റെ ചിന്തകളും എന്റെ പ്രവൃത്തികളും ഞാൻ വിശ്വസിക്കുന്ന ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിമിലേക്ക് തിരിച്ചുവിടും. ഇനി അപ്പൊ സ്റ്റെപ്പ് 3 ആയി. അപ്പൊ സ്റ്റെപ്പ് 3-ൽ നമുക്കൊരു വാഗ്ദാനം തരുന്നുണ്ട്. ഇവിടെ വെച്ച് നമ്മൾ പുനർജനിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഇതെന്താണ്? മേക്കിംഗ് ദാറ്റ് ഡിസിഷൻ ഇൻ സ്റ്റെപ്പ് 3. അവിടെ 3-ാം പടിയിൽ നമ്മൾ ആ ഡിസിഷൻ എടുത്തു കഴിയുമ്പോൾ സെൻസ് ഓൺ എ കോസ്റ്റ് ടു ഫേസ് ആൻഡ് വി റൈഡ് ഓഫ് ദ തിങ്സ് ബ്ലോക്ക് us ഫ്രം ഗോഡ് ഇൻ സ്റ്റെപ്പ് 4. അതായത് 3-ാം പടിയില് ദൈവം എന്റെ പിതാവാണ്, അദ്ദേഹത്തിന്റെ ആജ്ഞകൾ അനുസരിച്ച് ഞാൻ ജീവിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഗോഡ് ഹാസ് ബി അണ്ടർസ്റ്റുഡ് ഹിം എന്ന് പറയുന്ന ഈശ്വരൻ, എന്റെ പിതാവാണ്, രക്ഷാകർത്താവാണ്, പ്രിൻസിപ്പിൾ ആണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ബ്ലോക്കിംഗ് ഉള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. അതിനാണ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ദൈവവുമായി അല്ലെങ്കിൽ ഈശ്വരനുമായി കണക്ട് ചെയ്യാനായിട്ട് ബ്ലോക്ക് ആയിരിക്കുന്ന, പ്രതിബന്ധമായിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ സ്റ്റെപ്പ് 4-ൽ എന്താണ്? ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ഫേസ് എന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ചെയ്യാണ്, നമ്മൾ മുഖാമുഖം കാണുകയാണ്. എന്നിട്ട് അടുത്തത് എന്താണ്? ബൈ ഐഡന്റിഫൈങ് ദോസ് ഡിഫക്ട്സ് ഇൻ സ്റ്റെപ്പ് 4. 4-ാമത്തെ പടിയിൽ വെച്ച് ഇത്തരം സ്വഭാവ വൈകല്യങ്ങളെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ വി ആർ പ്രിപ്പയർഡ് ടു അഡ്മിറ്റ് ദം ടു ഗോഡ് ആൻഡ് അനദർ ഹ്യൂമൻ ബീയിങ് ഇൻ സ്റ്റെപ്പ് 5. ദൈവത്തോടും സ്വന്തമായും വേറൊരു വ്യക്തിയോടും നമ്മൾ 5-ാമത്തെ പടിയിൽ 3 വിഭാഗമായിട്ടാണ്. ഒന്ന് സ്വന്തമായിട്ട്, മറ്റൊരാളോട്, ദൈവത്തോട്, ഇങ്ങനെ 3 ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് 5-ൽ ചെയ്യുന്നു. അപ്പൊ നമ്മൾ അതുവരെ നമ്മൾ കണ്ടതാണ്. പിന്നെ അടുത്തത് എന്താണ്? ബൈ റെക്കഗ്നൈസ് ദ ഡാമേജ് ദോസ് ഡിഫക്റ്റീവ് തോട്ട്സ് ഹൗ ഹാർഡ് ഓൺ അവർ ലൈഫ്സ് ഇൻ സ്റ്റെപ്പ് 5. അതായത് 5-ാമത്തെ പടിയിൽ നമുക്കുണ്ടായ ആ ചിന്തകൾ, അല്ലെങ്കിൽ വൈകല്യം നിറഞ്ഞ ആ ചിന്തകൾ നമ്മൾ 5-ാം പടിയിൽ കണ്ട് ബിക്കം റെഡി ടു ഹാവ് ഗോഡ് റിമൂവ്സ് ദം ഇൻ സ്റ്റെപ്പ് 6. 6-ാം പടി എന്താണ്? ഇത്തരം കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ തയ്യാറാവാണ്. അതിനാണ് റെഡി. അതായത് നമ്മൾക്കുണ്ടായ ഡാമേജിനെയൊക്കെ റെഡി നമ്മൾ റിമൂവ് ചെയ്ത്, ഡിഫക്ട്സിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. സ്റ്റെപ്പ് 6 7-ലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. അതുപോലെ തന്നെ സ്റ്റെപ്പ് 8 സ്റ്റെപ്പ് 9-ലേക്കുള്ള പ്രിപ്പറേഷൻ ആണ്. സ്റ്റെപ്പ് 6-ഉം സ്റ്റെപ്സ് 8-ഉം നമ്മൾ നോക്കി കഴിയുമ്പോൾ അവിടെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റെപ്പുകളാണ്. അത് രണ്ടും, അതായത് അടുത്ത സ്റ്റെപ്പിലേക്ക് വേണ്ടിയിട്ട് നമ്മളെ തയ്യാറാക്കുകയാണ്. അപ്പൊ നമ്മള് ഈ പുസ്തകത്തില് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് എന്നതാ? സെൽഫ് വിൽ റൺ റയറ്റ്. നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇച്ഛാശക്തിയാണ് നമ്മളില് ഇത്രയും നാൾ നമ്മളെ നയിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ബിഗ് ബുക്കിലെ പല ഭാഗങ്ങളിലായിട്ട് ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്. സ്വേച്ഛയാൽ നയിക്കപ്പെട്ട് കുഴപ്പത്തിലെത്തിയതിന് അമിത മദ്യപാനാസക്തൻ ഒരു കടുത്ത ഉദാഹരണമാണ് എന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. പിന്നെ അടുത്ത് തന്നെ പറയുന്നത് സ്വന്തം ഇച്ഛയാൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതായത് ഈ സെൽഫിഷ് അല്ലെങ്കിൽ സെൽഫ് സെന്റേർഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ജീവിതം
വിജയകരമായിരിക്കില്ലെന്ന് നാം ബോധ്യമുള്ളവരായിരിക്കലാണ് അതിന്റെ ഒന്നാമത്തെ ആവശ്യകത. അപ്പൊ മാറ്റത്തിന്റെ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ ഒന്നാമത്തെ ആവശ്യകത ഈ സെൽഫ് വില്ലിൽ നിന്ന് ഞാൻ മാറാൻ തയ്യാറാകുക എന്നാണ്. പിന്നെ മറ്റൊരു ഭാഗത്ത് നമ്മളെ വിളിക്കുന്നത് സെൽഫ് സെൻറ്റേർഡ് ആൻഡ് ഈഗോ സെൻട്രിക് എന്ന് വെച്ചാൽ സ്വാർത്ഥ താല്പര്യവും അഹങ്കാരവും കൂടിക്കലർന്ന ഒരു അവസ്ഥയാണ് ഈഗോ സെൻട്രിക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മോചനം നേടാനാണ് നമ്മൾ ഈ ഇത്തരം പടികളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. അതായത് മൈ വില്ലിൽ നിന്ന് ഗോഡ്സ് വില്ലിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ ബുക്കിന്റെ പേജിന്റെ 62-ല് കുറെ 60-ലും 62-ലും ഒക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് മാനിഫെസ്റ്റഡ് ബൈ അവർ ഫ്രൈറ്റൻഡ്, ഇറസ്പോൺസിബിൾ, ഇൻകൺസിഡറേറ്റ്, ഡിസ്ഹോണസ്റ്റ്, സെൽഫിഷ്, സെൽഫ് സീക്കിംഗ് ആൻഡ് ജഡ്ജ്മെന്റൽ തോട്ട്സ്. അതായത് നമ്മൾ പടികളെടുത്ത് കോളം വരച്ച് ഇത് ചെയ്തു കഴിഞ്ഞപ്പോ 3 കോളം കഴിഞ്ഞിട്ട് 4-മത്തെ 5-മത്തെ കോളം, 3 കോളത്തിലെ 3-മത്തെ കോളം വരെ നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ജന്മവാസനകളെ കുറിച്ചും, 2-മത്തെ കോളത്തില് മറ്റുള്ളവർ നമ്മളോട് ചെയ്ത തെറ്റുകളെ കുറിച്ചൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം 4-മത്തെ 5-മത്തെയും കോളത്തില് ഷിബുവിന് പറ്റിയ തെറ്റ്, അല്ലെങ്കിൽ ഷിബു എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്താണ് എന്ന് കണ്ടുപിടിക്കാനാണ് 4-ഉം 5-ഉം. നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന കോളമാണ് 4-ഉം 5-ഉം. അപ്പൊ ആ കോളത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാകും. എന്താണ്, ഞാനൊരു സെൽഫ് സെന്റേർഡാണ്, അല്ലെങ്കിൽ പ്രത്യക്ഷപരമായിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഭയമുള്ളവനാണ്, പല കാര്യങ്ങളും എനിക്ക് പേടിയുണ്ട്, അതിനാണ് ഫ്രൈറ്റൻഡ് എന്ന് വിളിക്കുക. ഇറസ്പോൺസിബിൾ, അല്ലെങ്കിൽ നിരുത്തരവാദിയായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ചുമതലാബോധം ഇല്ലാത്ത, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഇൻകൺസിഡറേറ്റ് വളരെ ഇതാണ്, അതായത് അന്യരുടെ ഒരു വികാരത്തെ മാനിക്കാത്ത, ഒരു ചിന്താശൂന്യമായ അല്ലെങ്കിൽ ബുദ്ധിഹീനമായി പ്രവർത്തിക്കുന്ന ഒരാള്. ഡിസ്ഹോണസ്റ്റ് എന്ന് വായിക്കുന്നത് സത്യസന്ധത ഇല്ലാത്ത, ആത്മാർത്ഥത ഇല്ലാത്ത, അല്ലെങ്കിൽ അസത്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെയാണ് ഡിസ്ഹോണസ്റ്റ് എന്ന് വിളിക്കുക. പിന്നെയാണ് സെൽഫിഷ്, സ്വാർത്ഥ ബുദ്ധി, അല്ലെങ്കിൽ തൻ കാര്യം മാത്രം പ്രസക്തമായ, അല്ലെങ്കിൽ തൻ കാര്യം മാത്രം നോക്കുന്ന, അല്ലെങ്കിൽ അവനവന്റെ കാര്യം മാത്രം വിളിച്ചോതുന്ന ഒരാളെയാണ് സെൽഫിഷ് എന്ന് പറയുന്നത്. സെൽഫ് സിക്കിംഗ് എന്ന് പറഞ്ഞാലും തൻ കാര്യ അന്വേഷകൻ എന്നോ സ്വാർത്ഥ ബുദ്ധി എന്നൊക്കെ നമുക്ക് വിളിക്കാം. ജഡ്ജ്മെന്റ് എന്ന് അവിടെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്, ജഡ്ജ്മെന്റിൽ നിന്ന് മറ്റുള്ളവരെ വിമർശിക്കുക, അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ സ്വഭാവത്തെ പറ്റി അനാവശ്യമായി അഭിപ്രായം പറയുക. അപ്പൊ ജഡ്ജ്മെന്റലാണ്, അതൊരു വിമർശനമാണ്, നമ്മളൊരു വിധി നിർണ്ണയിക്കുന്നത്, അതിനാണ് ജഡ്ജ്മെന്റൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള തോട്ടുകളാണ്, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ എവിടെ എത്തിച്ചത്? അത് പേജ് നമ്പർ 60-ല് 4-മത്തെ വാചകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഓൾമോസ്റ്റ് ഓൾവേസ് ഇൻ കൊല്യൂഷൻ വിത്ത് സംതിങ് ഓർ സംബഡി. നമ്മളെപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഉദ്ദേശങ്ങൾ നല്ലതാണെങ്കിൽ പോലും ആരെങ്കിലുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടോ നാം എല്ലായ്പ്പോഴും ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. റിട്ടാലിയേറ്റ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുക. റിട്ടാലിയേറ്റ് ഈ വാക്ക് മറ്റുള്ള RID ഫാക്ടറെ പോലെ മറ്റ് പല വാക്കുകളെ പറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു AA മെമ്പർ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന വാക്കാണ് റിട്ടാലിയേറ്റ്. റിട്ടാലിയേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രതികാരം ചെയ്യുക, അല്ലെങ്കിൽ പക വീട്ടുക, തിരിച്ചടിക്കുക, അതല്ലെങ്കിൽ നമ്മളോട് ഇങ്ങോട്ട് ചെയ്ത പോലെ തന്നെ അങ്ങോട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രതികാരം, പക വീട്ടില്, അങ്ങനത്തെ ഉള്ള അർത്ഥത്തിലാണ് റിട്ടാലിയേറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുക. നമ്മൾ പലപ്പോഴും എയുടെ റൂമുകളിൽ ഈ റിട്ടാലിയേറ്റ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. മലയാളം ബിഗ് ബുക്കില് വി സ്റ്റെപ്പ് ഓൺ ദ ടൂസ് ഓഫ് അവർ ഫെലോസ് ദ റിട്ടാലിയേറ്റ് എന്നാണ് ശരിക്കും ഇംഗ്ലീഷ് ബുക്കിലുള്ളത്. അതായത് നമ്മള് വി സ്റ്റെപ്പ് ഓൺ ദ ടൂസ് ഓഫ് അവർ ഫെലോസ്, നമ്മുടെ സഹ ജീവികളുടെ കാലിൽ ചവിട്ടിയപ്പോൾ അവർ തിരിച്ചടിച്ചു എന്നാണ്. മലയാളം ബുക്കിൽ അതിന് പറയുന്നത് എന്ന് വെച്ചാല്, ഞാൻ വായിക്കാം. നമ്മുടെ പ്രതിഷേധങ്ങൾ എന്തൊക്കെയായാലും നമ്മിൽ പലരും സ്വന്തം കാര്യങ്ങളിൽ മാത്രം, പ്രത്യേകിച്ച് വെറുപ്പുകളിലും സ്വയം സഹതാപത്തിലും മാത്രം താല്പര്യമുള്ളവരല്ലേ? സ്വാർത്ഥത പ്രശ്നങ്ങളുടെ മൂല കാരണമെന്ന് നാം കരുതുന്നു. ഭയത്താലും സ്വന്തമായി മിഥ്യാധാരണകളാലും ഭാഗ്യാന്വേഷണങ്ങളാലും സ്വയം സഹതാപത്താലും നയിക്കപ്പെട്ടുകൊണ്ട് നാം നമ്മുടെ സഹജീവികളുടെ മേൽ കുതിര കയറുകയും അവർ തിരിച്ചടിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ എനിക്കത് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, എനിക്ക് നോളജ് കുറവുള്ളതുകൊണ്ട്. ഈ സഹജീവികളോട് മേൽ കുതിര കയറുകയും അവർ തിരിച്ചടിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ അത് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വാക്കായിരിക്കും മലയാളത്തില്, പക്ഷെ ഇവിടെ ഇംഗ്ലീഷിൽ അത് വി സ്റ്റെപ്പ് ഓൺ ദ ടൂസ് ഓഫ് അവർ ഫെലോസ് ആണ്. അപ്പൊ നമ്മൾ സ്റ്റഡിയുടെ ഭാഗമായിട്ട് പറയുമ്പോൾ നമ്മൾ കാലുകളിൽ ചവിട്ടി, അപ്പൊ അവർ തിരിച്ചടിച്ചു എന്നാണ്. അപ്പൊ അവർ പലപ്പോഴും യാതൊരു പ്രകോപനവും ഇല്ലെന്ന് വ്യക്തമാക്കുമ്പോഴും നമ്മെ പലപ്പോഴും ദ്രോഹിക്കുന്നു. പക്ഷേ പണ്ടെപ്പോഴും സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ തീരുമാനങ്ങൾ നാം എടുത്തതിൽ നിന്നും അത് നമ്മെ പിന്നീട് ദ്രോഹിക്കപ്പെടാവുന്ന സ്ഥിതിയിൽ എത്തിച്ചെന്ന് നിർത്തിയിട്ടുണ്ടെന്നും അനിവാര്യമായും നാം കാണുന്നു. അപ്പൊ ഇവിടെ എല്ലാം ഈ സെൽഫിഷിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അവരെ ഉപദ്രവിച്ചുകൊണ്ട് അവർ തിരിച്ചടിച്ചു. അപ്പോ നമ്മൾ എന്തായി? നമുക്ക് ആംഗ്രി, ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, നമ്മള് ഫിയർഫുൾ, ഭയമുള്ളവനായി.
ആക്റ്റഡ് ഇൻ എ വേ വിച്ച് കോസ്ഡ് അസ് ഗിൽറ്റ്, ഷെയിം ആൻഡ് റിമോഴ്സ്. നമുക്കറിയാം നമ്മള് ഗിൽറ്റിലും ഷെയിമിലും, ഗിൽറ്റ് എന്ന് പറഞ്ഞാല് ഫിയർഫുൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കരമായിട്ട് പേടിയായി നമുക്ക് പല കാര്യങ്ങളും, അതായത് ഇപ്പൊ പല ജോലി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ പിരിഞ്ഞു പോകാം, സാമ്പത്തിക നഷ്ടമുണ്ടാകും, അങ്ങനെ പല ഭയവും നമ്മളെ കീഴ്പ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ ഗിൽറ്റ് എന്താണ്? അപരാധം അല്ലെങ്കിൽ കുറ്റബോധം, അല്ലെങ്കിൽ ഒരു പാപകർമ്മം ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. പിന്നെ ഷെയിം എന്നാണ്? നാണിക്കുന്നൊരു അല്ലെങ്കിൽ വളരെ അപകീർത്തിപരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ലജ്ജിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. റിമോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യസനവും മനോവേദനയും അനുതാപവും ഉണ്ടാവും. അപ്പൊ ഇവിടെ വായിക്കുന്ന ഈ മൂന്ന്, ഗിൽറ്റ്, ഷെയിം ആൻഡ് റിമോഴ്സ്, ഇത് നമ്മളിപ്പം റൂമുകളിൽ കേൾക്കാറുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അവരോട് തിരിച്ചടിച്ചതിന് ശേഷം നമ്മൾ ഈ രീതിയിലുള്ള മൂന്ന് അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ്. ഗിൽറ്റ്, ഷെയിം, റിമോഴ്സ്. നമ്മളൊരു കുറ്റബോധത്തിലേക്ക്, നമ്മൾ വളരെ നാണിപ്പിക്കുന്ന ലജ്ജിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, നമ്മളൊരു വ്യസനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. എപ്പോഴും ഇപ്പോഴും തുടർന്നാലും നമ്മൾ ആ അവസ്ഥയിലാണ് എത്തിച്ചേരുന്നത്. കുടിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല, നമ്മളിപ്പോ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ മൂന്ന് അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അപ്പം അടുത്തത് വി ഹാവ് സോറി അപ്പം ആൻഡ് വെൻ വി ഫെൽറ്റ് ദാറ്റ് വേ വി എൻഡഡ് അപ്പ് ഡ്രിങ്കിങ് ഓർ ഡ്രൈക്കിങ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞപ്പോ നമ്മൾ എന്താ ചെയ്തേ? നമ്മൾ ഒന്നെങ്കിൽ ഡ്രഗ് അടിക്കാൻ പോയി, അല്ലെങ്കിൽ ഡ്രിങ്ക് ചെയ്യാൻ പോയി. എന്തിനാ? മോചനത്തിന് വേണ്ടി. ഇത്തരം റിമോഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ പശ്ചാത്താപത്തിൽ നിന്ന്, അനുതാപത്തിൽ നിന്ന്, മനോവിഷമങ്ങളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കള്ളു കുടിക്കാൻ പോയി, അല്ലെങ്കിൽ ഭയങ്കര അപരാധബോധം നമുക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ കുറ്റബോധം, ഞാൻ ചെയ്തു പോയല്ലോ എന്നൊരു പാപകർമ്മം, അതൊക്കെ. പിന്നെ ഷെയിം, മറ്റുള്ളവരുടെ മുമ്പിൽ കളങ്കപ്പെട്ടു, ഞാനൊരു ലജ്ജിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ മാനം കെട്ട അവസ്ഥയാകുമ്പോഴത്തേക്കും നമ്മൾ എവിടെയാണ് പോയത്? നമ്മൾ വീണ്ടും കുടിയിലേക്ക് പോയി. സോ if the action of drinking is the end result of our defective thoughts, അപ്പൊ നമ്മളുടെ ഈ കുടിയിലേക്കുള്ള യാത്ര എവിടെയാണ് തുടങ്ങിയത്? ചിന്തകളിൽ നിന്നാണ്. ചിന്തയിൽ നിന്ന്, ഡിഫക്റ്റീവ് തോട്ട്സിൽ നിന്നാണ്. ഡിഫക്റ്റീവ് തോട്ടിൽ നിന്നാണ് നമുക്ക് ഈ എവിടെ എത്തിയത്? ആക്ഷൻ ഓഫ് ഡ്രിങ്കിങ്, അതായത് കുടിക്കുക എന്നുള്ള ആക്ഷൻ നമ്മൾ എവിടെ എത്തിയത്? ഡിഫക്റ്റീവ് തോട്ട്സിൽ നിന്നാണ്, ചിന്തയിൽ നിന്നാണ്. ദെൻ ഷുവർലി ദോസ് തിങ്സ് ഇൻ ദ ഫിഫ്ത്ത് കോളം ഓഫ് അവർ ഫോർത്ത് സ്റ്റെപ്പ് ഹാവ് നൗ ബിക്കം ഒബ്ജക്ഷനബിൾ ടു അസ്. അപ്പം ഇതൊക്കെ കൊണ്ടാണ് ഈ ഡിഫക്റ്റീവ് തോട്ട്സ് നമ്മുടെ അഞ്ചാമത്തെ കോളത്തിൽ നമ്മൾ എഴുതി ചേർത്തത്. വി ഹാവ് കമൻസ്ഡ് ടു സീ ദെയർ ടെറിബിൾ ഡിസ്ട്രക്റ്റീവ്നെസ് ആൻഡ് വി ആർ റെഡി ടു ടേൺ ദോസ് ലോസ്. അതായത് ഇത്തരം മറ്റുള്ളവരെ പരിഗണിക്കാത്ത, ഉത്തരവാദിത്വമില്ലാത്ത, സ്വന്തം നിലയ്ക്ക് മാത്രം ചിന്തിക്കുന്ന, വളരെ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഈ ചിന്തകളെ നമ്മൾ റിമൂവ് ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളതാണ് സ്റ്റെപ്പ് 6 ചോദിക്കുന്നത്. അതിന്റെ ചോദ്യം എങ്ങനെയാണ്? ആർ വി നൗ റെഡി ടു ലെറ്റ് ഗോഡ് റിമൂവ് ഫ്രം us all the things which we have admitted are objectionable? അത് ഒബ്ജക്ഷനബിൾ. ഓക്കെ. അപ്പം ഇഫ് വി ആർ, ഇപ്പം ചാർലി പർമേലി എന്ന് പറയുന്നത് നമ്മുടെ പറയുന്നത്, ഇഫ് വി ആർ ത്രൂ ദ സ്റ്റെപ്പ് 6 ആൻഡ് ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ സ്റ്റെപ്പ് 7. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് 6 ഇങ്ങനെ കടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ സ്റ്റെപ്പ് 7 അറിയാതെ ചാടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പറയുന്നുണ്ട്. അപ്പം എൻറ്റയർലി റെഡി, നമ്മൾ അടുത്ത പാരഗ്രാഫിലാണ് അത് പറയുന്നത്. അപ്പൊ എൻറ്റയർലി റെഡി. ഓക്കെ. അതിനു മുമ്പ് റോമിൽ വായിച്ച ഭാഗത്ത്, അതായത് റോമിൽ വായിച്ച ഭാഗം എന്താണ്? വി താങ്ക്, അതായത് 1 മണിക്കൂർ നമ്മൾ പോയി നിൽക്കുന്നു, കെയർഫുള്ളി റിവ്യൂവിങ് ദാറ്റ് വി ഹാവ് ഡൺ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ ചിന്തിക്കുന്നു. വി താങ്ക് ഗോഡ് ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട് ദാറ്റ് വി നോ ഹിം ബെറ്റർ. അതായത് ക്വയറ്റ്, അതായത് കുറച്ച് ശാന്തമായിട്ട്, നിശ്ചലമായിട്ട്, അനക്കമില്ലാതെ ഇരിക്കുന്നു. അപ്പൊ എന്നിട്ട് നമ്മൾ എന്താണ്, നമ്മള് ബെറ്റർ എന്നാണ് പറയുന്നത്. വി താങ്ക് ഗോഡ് ഫ്രം ദ ബോട്ടം ഓഫ് അവർ ദാറ്റ് വി നോ ഹിം ബെറ്റർ. എന്താണ് ബെറ്റർ എന്നുള്ളൊരർത്ഥം? കുറച്ചുകൂടി ഭേദമായിട്ട് നമുക്ക് ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റി, അല്ലെങ്കിൽ കൂടുതൽ
മുൻപത്തെക്കാളും കൂടുതലായിട്ട് കുറച്ചും കൂടി അഭിവൃദ്ധി പ്രാപിച്ചു നമ്മൾ ഈ ഈശ്വരനിലുള്ള വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു സ്പിരിച്വൽ മൈൻഡിലേക്ക് നമ്മൾ കടന്നു വന്നു എന്നുള്ളതാണ് ആ ബെറ്റർ എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പറയുന്നത് ടേക്കിംഗ് ദിസ് ബുക്ക് ഡൗൺ ഫ്രം അവർ ഷെൽഫ് വി ടേൺ ടു ദി പേജ് വിച്ച് കണ്ടെയ്ൻസ് ദ 12 സ്റ്റെപ്സ്. അതായത് 12 പടികൾ അടങ്ങിയത്. നമുക്കറിയാം പേജ് 59 ഇംഗ്ലീഷ് ബുക്കിൽ. അത് അതിനകത്തേക്ക് നമ്മൾ ഒന്നുകൂടി 5 പടികൾ നമ്മൾ ഒന്നുകൂടി വായിച്ചു. കെയർഫുള്ളി റീഡിങ് ദ ഫസ്റ്റ് 5 പ്രൊപ്പോസൽസ്. ആദ്യത്തെ 5 പ്രൊപ്പോസല് നമ്മൾ വീണ്ടും നന്നായി വായിച്ചു. എന്താണ് ഇപ്പൊ 5 പ്രൊപ്പോസൽ? നമുക്ക് പ്രൊപ്പോസൽ എന്ന് പറഞ്ഞാൽ ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അവര് നമുക്ക് തരുന്ന ചില കർത്തവ്യങ്ങളാണ്. ഈ തരം കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന്. അപ്പൊ 1-ാം പടി മുതൽ 5-ാം പടി വരെ നമ്മൾ വായിച്ചു. എന്നിട്ട് നമ്മൾ എന്താ നോക്കുന്നത്? വി ആസ്ക് ഇഫ് യു ഹാവ് ഒമിറ്റഡ് എനിത്തിങ്. ഞാൻ എന്തെങ്കിലും വിട്ടുകളഞ്ഞിട്ടുണ്ടോ? ഒമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിട്ടുകളഞ്ഞിട്ടുണ്ടോ? ഫോർ വി ആർ ബിൽഡിംഗ് ആൻ ആർച്ച് ത്രൂ വിച്ച് വി ഷാൽ വാക്ക് എ ഫ്രീ മാൻ അറ്റ് ലാസ്റ്റ്. അതായത് ആൽക്കോളിക്സ് അനോണിമസ് പറയുന്നത് ഈ 12 പടികൾ എന്ന് പറയുന്നത് ഒരു ആർച്ചാണ്. അതിന്റെ ബേസിക് സ്റ്റെപ്പ് 1 ആണ്. ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1 ആണ്. അതായത് ഒരു വില്ലിങ്നെസ്സിലൂടെ, അതായത് എനിക്ക് പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ആ ഫൗണ്ടേഷൻ സ്റ്റോൺ അവിടെ വീണ് കഴിഞ്ഞു. പിന്നെ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞ ഒരു കോർണർ സ്റ്റോൺ ആണ്. അതിന്റെ ഒരു മൂലയിലേക്ക് വരുന്ന കല്ലാണ് കോർണർ സ്റ്റോൺ. പിന്നെ ഉള്ളത് കീ സ്റ്റോൺ ആണ്. അതാണ് സ്റ്റെപ്പ് 3, ആണിക്കല്ല്. അപ്പൊ സ്റ്റെപ്പ് 1 ഫൗണ്ടേഷൻ സ്റ്റോൺ, സ്റ്റെപ്പ് 2 മൂലക്കല്ല്, സ്റ്റെപ്പ് 3 ആണിക്കല്ല്. ഈ സ്റ്റെപ്പ് 3 അവിടെ വരുന്ന ഏറ്റവും മുകളിലായിട്ട് 2 ആർച്ചുകളെയും ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് സ്റ്റെപ്പ് 3 വരുന്നത്. അത് നമുക്ക് പലപ്പോഴും പടങ്ങളിലൊക്കെ കാണാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഒരു പാതയിലൂടെ സഞ്ചരിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നടക്കുന്ന ഒരു മനുഷ്യനായി ഞാൻ മാറുന്നതാണ്. അപ്പൊ പിന്നെ 2-3 ചോദ്യങ്ങളാണ്. ഈസ് അവർ വർക്ക് സോളിഡ് ഓർ സോ ഫാർ? സോളിഡ് സോ ഫാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെയ്തത് കൃത്യമായിട്ടാണോ, വളരെ തറവായിട്ടാണോ, വളരെ അടിസ്ഥാനപരമായിട്ട് സത്യസന്ധമായിട്ടാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അടുത്തത്, ആർ ദ സ്റ്റോൺസ് പ്രോപ്പർലി ഇൻ പ്ലേസ്? നമ്മുടെ കല്ലുകൾ കൃത്യസ്ഥാനത്താണോ? ഹാവ് വി സ്കിംപ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നിസാരാക്കുക, അല്ലെങ്കിൽ പിശുക്ക് കാണിക്കുക, അല്ലെങ്കിൽ ലുപ്ത് കാണിക്കുക എന്നുള്ളതാണ് സ്കിംപ്ഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഓൺ ദ സിമെന്റ് പുട്ട് ഇൻ ടു ദി ഫൗണ്ടേഷൻ. ഫൗണ്ടേഷനിൽ ഇടുന്ന സിമെന്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ലുപ്ത് കാണിച്ചിട്ടുണ്ടോ? ഹാവ് വി ട്രൈ ടു മേക്ക് മോട്ടർ വിത്തൗട്ട് സാൻഡ്? നമുക്കറിയാം അന്നത്തെ കാലത്ത് സിമെന്റിനേക്കാളും കൂടുതലായിട്ട് ചുണ്ണാമ്പ് ചാന്ത് എന്നുള്ള രീതിയിലാണ് മോർട്ടർ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ മോർട്ടർ ചുണ്ണാമ്പ് ചാന്ത് കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ മണൽ കുറയ്ക്കാനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള കൂട്ടിലാണോ നമ്മൾ ഇത് ചെയ്തത് എന്നുള്ളതാണ് ഈ ആർച്ച് പണിയുമ്പോൾ നമ്മൾ ഏറ്റവും ഇത്. അപ്പൊ നോട്ട് ഒമിറ്റ് എന്ന് പറഞ്ഞാല് ഒന്നും വിട്ടുകളയാതിരിക്കുക, അല്ലെങ്കിൽ പറയാതിരിക്കുക, ചെയ്യാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു സീക്രട്ടും നമുക്ക് ഉണ്ടാകരുത്, ഒരു നിഗൂഢതയും നമുക്ക് ഉണ്ടാകരുത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ആർച്ച് പണിയുന്നത്. അപ്പം അടുത്ത പാരഗ്രാഫ് വായിക്കാവോ? ഞങ്ങൾക്ക് തൃപ്തിപരമായ ഉത്തരം പറയാൻ കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ 6-ാമത്തെ പടിയിലേക്ക് നോക്കുന്നു. ആഗ്രഹം എന്നത് അനുപേക്ഷണീയമാണ് എന്ന് ഞങ്ങൾ നേരത്തെ ശക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. വർജിക്കേണ്ടതെന്ന് ഞങ്ങൾ സ്വയം തുറന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ ദൈവം ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കുന്നതിന് ഞങ്ങൾ ഇപ്പോൾ തയ്യാറാണോ? അദ്ദേഹത്തിന് അവയെല്ലാം എടുക്കാൻ കഴിഞ്ഞു. ഇനിയും എന്തെങ്കിലും പോകാൻ അനുവദിക്കാതെ അതിൽ തന്നെ തൂങ്ങി നിൽക്കാൻ ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അതിന് തയ്യാറാകാൻ സഹായിക്കുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പം ബി എൻറ്റയർലി റെഡി. പൂർണ്ണമായിട്ടും തയ്യാറാണോ? അപ്പം there are 4 basic reasons we won't be entirely ready to work the 6th and 7th step. 6ഉം 7ഉം പടികൾ ചെയ്യാനായിട്ട് നമുക്ക് 3 കാരണങ്ങൾ ചിലപ്പോ നമുക്ക് ഈ പൂർണ്ണമായിട്ട് തയ്യാറാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതിനകത്ത് 1-ാമത്തെ കാര്യമാണ് ദ ഫസ്റ്റ് ഈസ് എ കോൺഷ്യസ് ഡിസിഷൻ. ഒരു ബോധപൂർവമായിട്ടൊരു തീരുമാനം, ദാറ്റ് വി വിൽ നെവർ ഗിവ് അപ്പ് എ സ്പെസിഫിക് ക്യാരക്ടർ ഡിഫക്ട്സ്. അതായത് നമ്മുടെ സ്വഭാവത്തിലുള്ള ചില വൈകല്യങ്ങളെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല, അല്ലെങ്കിൽ കളയാൻ ഞാൻ തയ്യാറാകില്ല. അങ്ങനെ ഒരു ബോധപൂർവമായ തീരുമാനം. 2-ാമത്തെ എന്താണ്? നെക്സ്റ്റ് വി ബ്ലെയിം അവർ ഡിഫക്ട്സ് ഓൺ അതേഴ്സ്, പീപ്പിൾ, സിറ്റുവേഷൻസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇരിക്കുകയാണ്. എന്റെ ഈ പ്രശ്നങ്ങൾക്ക്, അല്ലെങ്കിൽ എന്റെ ഈ സ്വഭാവ വൈകല്യങ്ങൾക്ക് കാരണം മറ്റു മനുഷ്യരാണ്, സാഹചര്യങ്ങളാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട്. മറ്റൊന്ന് എന്താണ്? യുക്തി റാഷണലൈസ് എന്നാണ്. യുക്തിയെ കുറിച്ച്
യുക്തി സാഹിത്യപരമായിട്ട്, അതായത് അവർ കപ്പാസിറ്റി ടു റാഷണലൈസ് ഇസ് അൺലിമിറ്റഡ്. ബിഫോർ റിക്കവറി വി സ്പെൻഡ് ഇയേഴ്സ് ഓൺ ദിസ് വൺ, ത്രോയിങ് അപ്പ് ബാരിയേഴ്സ് അഗൈൻസ്റ്റ് അൺപ്ലസന്റ് റിയാലിറ്റീസ്. അത് യാഥാർത്ഥ്യത്തെ നമ്മൾ യുക്തിരഹിതമായിട്ട് സമീപിക്കുക. ഫൈനലി എന്താണ്? ഡിനയൽ, നിഷേധം. വി സീം ടു ബി ടോട്ടലി അൺഅവെയർ ഓഫ് അവർ ഓൺ കോൺട്രിബ്യൂഷൻ ടു അവർ പ്രോബ്ലംസ്. അതായത് നമ്മളുടെ പ്രശ്നങ്ങളിൽ നമ്മളുടെ സംഭാവന എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ഡിനയലാണ്. ഒന്ന് കോൺഷ്യസ് ഡിസിഷൻ, ബോധപൂർവമല്ലാത്ത തീരുമാനം. രണ്ട്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞ ബ്ലെയിം. മൂന്നാമത്തെ റാഷണലൈസ്, യുക്തി സഹമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക, അതായത് യാഥാർത്ഥ്യങ്ങളെ കണ്ടുമുട്ടാതിരിക്കുക. പിന്നെ അടുത്തത് എന്താണ്? ഡിനയൽ, നിഷേധം. അപ്പൊ ഈ നമ്മള് ആറാം പടിയിലേക്ക് ആക്റ്റീവ് ആവുമ്പോൾ ഈ പറയുന്ന when we get sick and tired of the affects our characters how hard not such more fast but on our present day lives. അതായത് ഈ പഴയകാല ഈ സ്വഭാവ വൈകല്യങ്ങൾ നമ്മൾ ഈ റിക്കവറിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ കൂടെ കൊണ്ടുനടക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിനെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വി മസ്റ്റ് ബി വില്ലിംഗ് ടു ചലഞ്ച് ആൻഡ് ചേഞ്ച് പാറ്റേൺസ് ഓഫ് തോട്ട്. അപ്പോൾ പണ്ടുണ്ടായിരുന്ന ചിന്തകളെ ഞാൻ മാറ്റാനായിട്ട് വെല്ലുവിളി ഉയർത്തുക, അല്ലെങ്കിൽ അതിലൊരു ചേഞ്ച്, മാറ്റത്തിന്റെ ഒരു എന്റെ ചിന്തകളെ മാറ്റണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് ഞാൻ എത്തുക. സ്പീച്ച് ആൻഡ് ബിഹേവിയർ ദാറ്റ് ഹാവ് ഗോൺ അൺചലഞ്ചഡ് ഫോർ 10, 20, 30 ഓർ മോർ ഇയേഴ്സ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും കൊണ്ടു നടക്കാം. 10 വർഷം, 20 വർഷം, 30 വർഷമോ 40 വർഷമൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടെന്നാണ് അവിടെ പറയുക. അപ്പോൾ ദ സിക്സ്ത് സ്റ്റെപ്പ് ഈസ് ദ സ്റ്റെപ്പ് ദ സെപ്പറേറ്റ്സ് ദ മെൻ ഫ്രം ദ ബോയ്സ്. അപ്പൊ 12 പടികളും 12 പാരമ്പര്യങ്ങളിലും ബിൽ ഡബ്ല്യു പേജ് നമ്പർ 63 പറയുന്നുണ്ട്. എന്താണ് ആറാം പടി? ഒരു മനുഷ്യനെ കുട്ടിയിൽ നിന്ന്, ഒരു ആൺകുട്ടിയിൽ നിന്ന് മനുഷ്യനായി മാറ്റുന്ന ഒരു സ്റ്റെപ്പാണിത്. അത് ഫാദർ എഡ് ഡൗളിംഗ് എന്ന് പറയുന്ന ബിൽ വിൽസന്റെ സ്പിരിച്വൽ സ്പോൺസർ ആയിട്ടുള്ള ഫാദർ എഡ് ഡൗളിംഗിന്റെ സംഭാവനയാണ് ആ വാക്ക്. ദ സ്റ്റെപ്പ് 6 ദാറ്റ് സെപ്പറേറ്റ് ദ മെൻ ഫ്രം ദ ബോയ്സ്. അപ്പൊ ദ 6th and 7th സ്റ്റെപ്സ് ടേക്സ് us ഫ്രം ദ ഇൻഫൻസി ഓഫ് അബ്സ്റ്റിനൻസ് ടു ദി മച്യൂരിറ്റി ഓഫ് റിക്കവറി. അതായത് മദ്യപാനമില്ല, കുടിക്കുന്നില്ല എന്നുള്ള ആ ശൈശവഘട്ടത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കലിന്റെ ഒരു മച്യൂരിറ്റിയിലേക്ക്, ഒരു പ്രായപൂർത്തിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സ്റ്റെപ്പിൽ വെച്ച് നമ്മൾ എത്തുകയാണ്. വി ആക്റ്റീവ്ലി സീക്ക് ദാറ്റ് പ്രാക്ടീസ് എ ന്യൂ വേ ഓഫ് ലിവിങ്. അതായത് ഒരു പുതിയ ജീവിത ശൈലി നമ്മൾ പരിശീലിച്ചെടുക്കുകയാണ്. എ ന്യൂ വേ ഓഫ് ബീയിങ്, അതായത് പുതിയൊരു ജീവിത രീതി. എ ന്യൂ വേ ഓഫ് തിങ്കിങ്, പുതിയൊരു ചിന്താ രീതി. എ ന്യൂ വേ ഓഫ് ബിഹേവിങ്, പുതിയൊരു ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്വഭാവം, പുതിയൊരു സ്വഭാവത്തിലേക്ക്. എ ന്യൂ വേ ഓഫ് റിലേറ്റിംഗ്, എല്ലാത്തിനോടും തുലനം ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയ ഒരു രീതിയിലേക്ക് അവര് കടന്നു വരികയാണ്. അപ്പൊ ബീയിങ്, ഇപ്പൊ നമുക്ക് ഇൻഫൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ശൈശവഘട്ടമാണ്, അല്ലെങ്കിൽ ഒരു ശൈശവാവസ്ഥയിൽ നിന്ന് നമ്മള് അതായത് ലഹരി ഇല്ലാത്ത, അല്ലെങ്കിൽ ലഹരി പദാർത്ഥം വർജിച്ചു എന്നുള്ള ആബ്സ്റ്റിനൻസിൽ നിന്ന് അതൊരു ഇൻഫൻസിയാണ്, നമ്മൾ തുടക്കമാണ്. പക്ഷെ അവിടെ നിന്ന് നമ്മളെ ഒരു മച്യൂരിറ്റിയിലേക്ക്, ഒരു പൂർണ്ണ വളർച്ച എത്തിയ, ഒരു പക്വത എത്തിയ ഒരാളിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അപ്പൊ ബീയിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറ്റും, നമ്മുടെ നിലവിലുള്ള നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും, ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെല്ലാം മാറും. അപ്പോ നമ്മൾ റിക്കവറിയിലേക്ക്, അല്ലെങ്കിൽ സുഖപ്പെടുത്തുന്ന നല്ലൊരു ബോധം വരലിലേക്ക് നമ്മൾ കടന്നു വരികയും ഒരു ബോധം വരലിലേക്ക് നമ്മൾ കടന്നു വരും. ഒരു സെക്കൻഡ്, സോറി കേട്ടോ, എന്നെ ബ്രദർ വിളിച്ചാണേ. അയ്യോ, ഓക്കെ. അപ്പൊ റിക്കവറി, സുഖപ്പെടുത്തുക, ബോധം വരിക, അല്ലെങ്കിൽ തെറ്റായ ഒരു അവസ്ഥയിൽ നിന്നും മാറി പ്രായോഗികമായ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് റിക്കവറി. പ്രായോഗികക്ഷമമായ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരിക, അതാണ് ശരിക്കും റിക്കവറിയെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോ ലിവിങ് എന്ന് പറഞ്ഞാൽ ഒരു ജീവിത രീതിയാണ്. അപ്പം റിലേറ്റിംഗ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചു, അതെന്ന് വെച്ചാൽ അതിനെപ്പറ്റി സംബന്ധിച്ച, അല്ലെങ്കിൽ ഒരു അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി ട്ടുള്ള രീതിയിലാണ് റിലേറ്റിംഗ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. അപ്പം ഈ എ ന്യൂ വേ ഓഫ് റിലേറ്റിംഗ്. സം വെയിറ്റ് അൻറ്റിൽ ദേ ആർ ഇൻ സോ മച്ച് പെയിൻ ദാറ്റ് ദേ ചൂസ് ടു പാർട്ടിസിപ്പേറ്റ് ഓൺലി ഇനഫ് ടു ഗെറ്റ് ദ പെയിൻ ടു സ്റ്റോപ്പ്. അതായത് ചില സ്വഭാവ വൈകല്യങ്ങൾ നമ്മൾ കൂടെ കൊണ്ടു നടക്കും. എപ്പോ വരെ? അതിൽ നിന്ന് എന്തെങ്കിലും വേദന കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നവരെ കൊണ്ടാണ്. ദെൻ റിവേർട്ട് ടു ദെയർ ഓൾഡ് പാറ്റേൺസ് ഓഫ് ലിവിങ്. അതിനുശേഷം എന്താണ്? നമ്മൾ ആ പഴയ പാറ്റേണിൽ തന്നെ നമ്മൾ ജീവിക്കാൻ തുടങ്ങും.
ബീയിങ്, തിങ്കിങ്, നമ്മുടെ ചിന്തകൾ അങ്ങനെയായിരിക്കും, നമ്മുടെ പ്രവർത്തികൾ അങ്ങനെയായിരിക്കും, ബിഹേവിങ് ആൻഡ് റിലേറ്റിംഗ്. അപ്പൊ നമ്മുടെ സ്വഭാവം ഒക്കെ അങ്ങനെയായിട്ട് കൊണ്ടു കിടക്കും. സംതിങ് ദേ ക്യാൻ നെവർ ബി ഫോർ ഗിവൺ ഓർ റിലീവ്ഡ് ഓഫ് ദയർ ഡിഫക്ട്സ്. അതായത് അവരുടെ പഴയ സ്വഭാവങ്ങളൊന്നും മാറ്റാൻ തയ്യാറാകാത്ത ഒരാളായിട്ട് അവർ മാറും. ദിസ് കോൺഷ്യസ് ഡിസിഷൻ, ഇത്തരത്തിലുള്ള ബോധപൂർവമായ ചില തീരുമാനങ്ങൾ അംഗങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ റാഷണലൈസ് ഈസ് നോട്ട് ഹ്യൂമിലിറ്റി, അതൊരു എളിമയുടെ ഭാഗമല്ല, ബട്ട് അനദർ ഫോം ഓഫ് പ്ലേയിങ് ഗോഡ്. അത് മറ്റൊരു ഫോം ഓഫ് പ്ലേയിങ് ഗോഡാണ്. എന്നാണ് ദൈവം കളിക്കുക എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അങ്ങനെ ദൈവം കളിക്കുന്ന പരിപാടി നിർത്തണം. അതെന്തുകൊണ്ടാണ് നമ്മൾ കുറച്ച് മുമ്പ് ഉള്ള 1-2 ആഴ്ച മുമ്പ് പറഞ്ഞു, എന്തുകൊണ്ടാണ് പ്ലേയിങ് ഗോഡ്, ദൈവം കളിക്കുന്നത് നിർത്തണം. അതിന്റെ ഉത്തരം നമുക്ക് എന്തുകൊണ്ടാണത്, നമുക്ക് അതുകൊണ്ട് ഒന്നും നേടിത്തന്നില്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ വേ ഓഫ് സെയിങ് ദാറ്റ് മൈ ക്യാരക്ടർ ഡിഫക്ട്സ് ആർ മോർ പവർഫുൾ ദാൻ മൈ ഹയർ പവേഴ്സ് ഫോർഗീവ്നെസ്. അപ്പൊ നമ്മുടെ ക്യാരക്ടർ ഡിഫക്ട്സ് മോർ പവർഫുൾ ആണ് നമ്മുടെ ഹയർ പവറിന്റെ ഫോർഗീവ്നെസ്സിനേക്കാളും. ബൈ വർക്കിംഗ് ദ 7th സ്റ്റെപ്പ്, 7-ാം പടി പരിശീലിക്കുമ്പോൾ വി ഡിസ്കവർ ദാറ്റ് ദോസ് ഷോർട്ട് കമ്മിങ്സ് ആർ നോട്ട് മോർ പവർഫുൾ ദാൻ ഓഫ് ഹയർ പവർ എബിലിറ്റി ടു അവക് ദെയർ ചേഞ്ച്. അപ്പൊ 7-ാം പടിയിൽ എത്തുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ടു ഹിം എന്ന് പറയുന്ന ദൈവത്തിന്റെയോ അല്ലെങ്കിൽ ഈശ്വരന്റെയോ സാന്നിധ്യം വരുമ്പോൾ ആ ഷോർട്ട് കമ്മിങ്സ് അത്ര വലിയ കാര്യമല്ല എന്ന് മനസ്സിലാവും. ദ ട്രൂ ആക്ഷൻ ഓഫ് ദ 6th and 7th സ്റ്റെപ്സ് കൾമിനേറ്റ്സ് ഇൻ ഡ്രോപ്പിംഗ് ദ റോക്ക്. അതായത് ഒരു കല്ല് ഇടിച്ച് വീഴ്ത്തുന്ന പോലെ ആണ് ഈ ഡ്രോപ്പിംഗ് ദ റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ തുള്ളി തുള്ളിയായിട്ട് വളരെ ഇറ്റിറ്റായിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അതായത് ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടർ ഫിക്സും അല്പാൽപമായിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു, ഓരോന്നുമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതിനെ ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ തുള്ളി തുള്ളിയായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു പരമകാഷ്ഠയിൽ അല്ലെങ്കിൽ ഒരു മൂർധന്യ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. ലെറ്റിംഗ് ഗോ ഓൾ ദ സ്റ്റെപ്പ് ഓൺ. അപ്പോൾ ഉറപ്പുള്ള ഒരു ജീവിതത്തിലേക്ക്, ഗ്രാസ്പിംഗ്, ഇതെല്ലാം മനസ്സിലാകുന്ന ഒരു ഗ്രാഹ്യത്തിലേക്ക്, പിന്നെ നമ്മൾ സ്റ്റുപ്പിഡ് ഹോൾഡിങ് ഔട്ട് ഓഫ് ദ ഓൾഡ് പാറ്റേൺസ് ഓഫ് മറ്റ് പഴയ പാറ്റേൺ ജീവിതത്തിലെ ചിന്തകളെ നമ്മൾ മാറ്റിമറിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് തിങ്കിങ് ചിന്തകൾ ആൻഡ് ഫീലിംഗ് ദാറ്റ് ആർ ഹാംഫുൾ ഫോർ പ്രോഗ്രസ് ഇൻ റിക്കവറി. അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഈ റിക്കവറിയിലേക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ മാറ്റാനായിട്ട്, ഇഞ്ചിഞ്ചായിട്ട്, തുള്ളിയായിട്ട് മാറ്റാനായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ന്യൂനതകൾ, നമ്മുടെ വൈകല്യങ്ങൾ റിലീവ്ഡ്, പൂർണ്ണമായി വിമുക്തമാകാൻ അല്ലെങ്കിൽ പുനർജീവിക്കാനായിട്ട് നമ്മൾ മറ്റുള്ളവർ ക്ഷമിക്കാനായിട്ട്, മാപ്പ് കൊടുക്കാനായിട്ട്, അങ്ങനെ ഒരു ആശ്വാസഹേതുവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് 6th ഉം 7th സ്റ്റെപ്പ് നമ്മളെ സഹായിക്കുന്നു. അപ്പൊ 6th സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത ഭാഗം 6th സ്റ്റെപ്പ് നമുക്ക് വായിക്കാവോ? അടുത്ത ഭാഗം വായിക്കാവോ? റെഡിയാകുമ്പോൾ താഴെ പറയും പ്രകാരം ഞങ്ങൾ പറയുന്നു: എൻ്റെ ദൈവമേ, എന്നിലുള്ള എല്ലാത്തിൻ്റെയും നന്മയുടെയും തിന്മയുടെയും അധിപൻ അങ്ങായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്കും എൻ്റെ സഹജീവികൾക്കും ഉപയോഗപ്പെടാത്ത നിലയിൽ എൻ്റെ സ്വഭാവത്തിലുള്ള ഓരോ കുറവും അങ്ങ് നീക്കിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതം ചെയ്യുന്നതിനായി ഞാൻ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഞങ്ങൾ 7-ാമത്തെ പടി പൂർത്തിയാക്കി. ഇനി ഞങ്ങൾക്ക് കൂടുതൽ പ്രവൃത്തി ആവശ്യമുണ്ട്. ശ്രമം കൂടാതെയുള്ള വിശ്വാസം മൃദുതുല്യമെന്ന് ഞങ്ങൾ കാണുന്നു. നമുക്ക് 8ഉം 9ഉം പടികളിലേക്ക് നോക്കാം. ഞങ്ങൾക്ക് ഞങ്ങൾ ദ്രോഹിച്ച ആളുകളുടെ ഒരു ലിസ്റ്റുണ്ട്. അവരോടൊക്കെ പ്രായശ്ചിത്തം ചെയ്യാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെക്കുറിച്ച് തന്നെയുള്ള സ്വയം കണ്ടെത്തൽ നടത്തിയപ്പോഴാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത്. ഞങ്ങൾ ഒരു കഠിനമായ സ്വയം ബോധ്യപ്പെടലിന് വിധേയരായി. ഇപ്പോൾ ഞങ്ങളുടെ സഹജീവികളുടെ ഇടയിലേക്ക് ചെല്ലുകയും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്ന നാശനഷ്ടങ്ങളിലെ തകരാറുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളിലും തന്നിഷ്ടം പോലെ ചെയ്യുക എന്ന മട്ടിലുള്ള സ്വാർത്ഥമോഹത്താൽ നയിക്കപ്പെട്ട് ജീവിതം മൂലം അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ അടിച്ചുവാരി കളയുവാൻ ഞങ്ങൾ ശ്രമിച്ചു. ഇത് ചെയ്യുന്നതിനുള്ള ആഗ്രഹം ഇല്ലെങ്കിൽ അത് വരുന്നതുവരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന്മേൽ വിജയം വരിക്കുന്നതിന് വേണ്ടി എത്ര ദൂരം പോകുന്നതിനും തുടക്കത്തിലേ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് എന്നത് ഓർക്കുക. ഓക്കെ, അപ്പം ഇഫ് വി ക്യാൻ ആൻസർ ടു അവർ സാറ്റിസ്ഫാക്ഷൻ, അതായത് നമ്മൾ തൃപ്തി വരുമാറ് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ 6-ാമത്തെ പടിയിലേക്ക് നോക്കുന്നു. വി ദെൻ ലുക്ക് ടു സ്റ്റെപ്പ് 6. വി ഹാവ് എംഫസൈസ്ഡ് വില്ലിംഗ്നെസ് ആസ് ബീയിങ് ഇൻഡിസ്പെൻസിബിൾ. ഇവിടെ ഇൻഡിസ്പെൻസിബിൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മസ്റ്റ് എന്നുള്ളതാണ്. മസ്റ്റ് എന്നുള്ള മറ്റൊരു തീർച്ചയായും ചെയ്യേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് ഇൻഡിസ്പെൻസിബിൾ.
അപ്പോ സാറ്റിസ്ഫാക്ഷൻ എന്താണ്? തറോ ആൻഡ് ഹോണസ്റ്റ്. വളരെ തറോ ആയിട്ട് സത്യസന്ധമായിട്ട് ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വി ദെൻ ലുക്ക് അറ്റ് സ്റ്റെപ്പ് 6. അതായത് നമ്മൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റെപ്പ് 6ലേക്ക് ചെയ്യുന്നു. ആർ വി നൗ റെഡി ടു ലെറ്റ് ഗോഡ് റിമൂവ് ഫ്രം ഓൾ തിങ്സ് വിച്ച് വി ഹാവ് അഡ്മിറ്റഡ് ആർ ഒബ്ജക്ഷനബിൾ. അതായത് നമ്മുടെ സ്വഭാവത്തിലെ കുറെ വൈകല്യങ്ങൾ, അതായത് എന്തൊക്കെയാണ് വർജിക്കേണ്ടത് ഞങ്ങൾ സ്വയം തുറന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ സ്റ്റെപ്പ് 4 ചെയ്തുമ്പോൾ കാര്യങ്ങൾ ദൈവം ഞങ്ങൾ ദൂരീകരിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ തയ്യാറാണോ, അദ്ദേഹത്തിന് അവയിൽ എടുക്കാൻ കഴിഞ്ഞോ, ഇനി എന്തെങ്കിലും പോകാൻ അനുവദിക്കാതെ അതിൽ തന്നെ തൂങ്ങി നിൽക്കാൻ ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അതിന് തയ്യാറാകാൻ സഹായിക്കാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. Can we how take them all, everyone? If we still cling to something, we will not let go. We ask God to help us be willing. അതൊരു സ്റ്റെപ്പ് 6ലെ തന്നെ ഒരു പ്രയർ ആണ്. വി ആസ്ക് എന്ന് വെച്ചാൽ എന്താണ്? പ്രയർ ചെയ്യുന്നു ഗോഡിനോട്, ടു ഹെൽപ്പ് അസ് ബി വില്ലിങ്. അതായത് ഞങ്ങളെ ഞങ്ങൾക്കൊരു ആഗ്രഹം കൊണ്ടുവരാൻ അങ്ങ് സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്, ഒറ്റവരി പ്രാർത്ഥനയാണ്. വി ആസ്ക് ഗോഡ്, വി പ്രേ ഗോഡ് ടു ഹെൽപ്പ് അസ് ബി വില്ലിങ്. അപ്പം അടുത്ത വരി, വെൻ റെഡി വി സേ സംതിങ് ലൈക്ക് ദിസ്. അതായത് അടുത്തൊരു പ്രാർത്ഥനയാണ്, മൈ ക്രിയേറ്റർ. റെഡി ആകുമ്പോൾ താഴെ പറയും പ്രകാരം ഞങ്ങൾ പറയുന്നു, എന്റെ ദൈവമേ, എന്നിലുള്ള എല്ലാത്തിന്റെയും നന്മയുടെയും തിന്മയുടെയും അധിപൻ അങ്ങായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്കും എന്റെ സഹജീവികൾക്കും ഉപയോഗപ്പെടാത്ത നിലയിൽ എന്റെ സ്വഭാവത്തിലുള്ള ഓരോ കുറവും അങ്ങ് നീക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതം നിറയുന്നതിനായി ഞാൻ ഇവിടെ നിന്നും മുന്നോട്ട് പോകുന്നു. അതായത് അതൊരു പ്രാർത്ഥനയാണ്. വെൻ വി റെഡി വി സംതിങ് ലൈക്ക് ദിസ്, മൈ ക്രിയേറ്റർ, ഐ ആം നൗ വില്ലിംഗ് ദാറ്റ് യു ഷുഡ് ഹാവ് ഓൾ ഓഫ് മീ, ഗുഡ് ആൻഡ് ബാഡ്, നന്മയും തിന്മയും. ഐ പ്രേ ദാറ്റ് യു നൗ റിമൂവ് ഫ്രം മീ എവരി സിംഗിൾ ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ വിച്ച് സ്റ്റാൻഡ്സ് ഇൻ ദ വേ ഓഫ് മൈ യൂസ്ഫുൾനെസ് ടു യു ആൻഡ് മൈ ഫെലോസ്. ബിഗ് ബുക്കില് ഈ 12 പടികൾ എന്ത് ചെയ്യാനാണ് നമ്മളോട് പറയാ? ഒരു നല്ല മനുഷ്യനാക്കി തീർക്കാനല്ല, മറ്റു മനുഷ്യരെ സഹായിക്കാനായി ഏറ്റവും നല്ലൊരു സർവീസ് ചെയ്യുന്ന സെർവന്റ് ആയിട്ട് മാറ്റാനാണ് ബിഗ് ബുക്കിലെ ഓരോ പടികളും നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒരു ബെറ്റർ പേഴ്സണാക്കി മാറ്റുക എന്നുള്ളതല്ല. അപ്പൊ അതിന്റെ ഒരു വാക്കാണ് അവിടെ പറഞ്ഞത്, മൈ യൂസ്ഫുൾനെസ് ടു യു ആൻഡ് മൈ ഫെലോസ്. അതായത് ദൈവത്തിനും മറ്റ് ആളുകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരാളായി ഞാൻ മാറണം. Grant me strength as I go out to fame to do your bidding. Amen. We have then completed step 10. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചറിയാം, സ്റ്റെപ്പ് 6ഉം 7ലും 2 പാരഗ്രാഫിൽ ഒതുക്കിയിരിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് തന്നെ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് BW അത് ചെയ്തിരിക്കുന്നത്. അതായത് ടു ഡു യുവർ ബിഡിങ്. അതായത് അങ്ങയുടെ ഇഷ്ടം നിറവേറാൻ, അങ്ങയുടെ അങ്ങയുടെ ആജ്ഞ നിറവേറ്റാൻ, അല്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറാൻ. അതാണ് ആ ബിഡിങ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പം ടു ഡു ഗ്രാൻഡ് മി സ്ട്രെങ്ത് ടു ഡു യുവർ ബിഡിങ്. ആമീൻ. അപ്പം സ്റ്റെപ്പ് 7 പറയുന്നത് എന്താണ്? അതായത് ഹംബ്ലി ആസ്ക്ഡ് ഹിം ടു റിമൂവ് അവർ ഷോർട്ട് കമ്മിങ്സ്. അതായത് വളരെ വിനയപൂർവ്വം എന്റെ ഈ പറയുന്ന സ്വഭാവ വൈകല്യങ്ങളെ മാറ്റി തന്നെ പ്രാർത്ഥിക്കുന്നതാണ്. Many of us are misled by the apparent simplicity of the 7th step. അതായത് ഈ 7ാം പടിയുടെ വളരെ സിംപ്ലിസിറ്റി ആയിട്ട്, വളരെ ലാളിത്യപരമായിട്ടുള്ള വിവരണം നമ്മൾ പലപ്പോഴും മിസ്ലീഡ് ചെയ്യാറുണ്ട്. ദിസ് ഈസ് മോസ്റ്റ് ലൈക്ലി ഡ്യൂ ടു ദ ബ്രീവിറ്റി ഓഫ് ദ ഇൻസ്ട്രക്ഷൻസ്. അതായത് പദപ്രയോഗത്തിലെ മിതത്വവും അല്ലെങ്കിൽ ഒരു വളരെ കുറഞ്ഞ ഒരു പാരഗ്രാഫിലാണ് അത് വിവരിച്ചിരിക്കുന്നത്. This is brevity of the instruction we are given in the big book page 76. 76ാമത്തെ പേജിൽ ഈ കൊടുത്തിരിക്കുന്ന വളരെ ചെറിയൊരു പാരഗ്രാഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് മിസ്ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറയാം. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ഓൺലി എ സിംഗിൾ പാരഗ്രാഫ് ലോങ്. ഒരു ചെറിയ പാരഗ്രാഫാണ്. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് എ പ്രയർ. അത് നമുക്ക് പ്രാർത്ഥനയായിട്ട് തോന്നും. സോ ഓൾ വി ഹാവ് ടു ഡു ഈസ് ആസ്ക് ഫോർ ടു റിമൂവ് എവരി സിംഗിൾ ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ. അതായത് ദൈവത്തോട് എന്റെ സ്വഭാവ വൈകല്യങ്ങളെ മാറ്റി തരുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് വി ആർ ഡൺ ഓർ ആർ വി. അപ്പൊ നമ്മൾ അത് ചെയ്യാൻ തയ്യാറാണ്. ബട്ട് ദ 7th സ്റ്റെപ്പ് ഈസ് നോട്ട് എ മൈക്രോ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. വി ഡോണ്ട് ജസ്റ്റ് പോപ്പ് ഇൻ എ പ്രയർ ആൻഡ് പോപ്പ് ഔട്ട് ടു ചേഞ്ച്. അതായത് വളരെ ചെറിയൊരു പ്രാർത്ഥന കൊണ്ട് നമ്മളിത് പറയുകയും അപ്പൊ തന്നെ ചേഞ്ച് ആവുകയും ചെയ്യുന്നില്ല. അപ്പോൾ കെയർഫുൾ റീഡിങ്, വളരെ വിശദമായിട്ടുള്ള വായന കൊണ്ട് വി ഫൈൻഡ് ദർ ഈസ് വർക്ക് ദാറ്റ് വി മസ്റ്റ് ഡു ഇൻ ഓർഡർ ടു ചേഞ്ച്. അതായത് നമ്മൾ ചില മാറ്റങ്ങൾക്ക് തയ്യാറാകണം.
ചില ജോലികൾ നമ്മൾ ചെയ്യണം. ബിക്കോസ് വൈൽ ഗോഡ് വിൽ ഡു ഫോർ അസ് ദ വിച്ച് വി കനോട്ട് ഡു ഫോർ അവർ സെൽവ്സ്. അപ്പം നമ്മൾ ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് നേരിട്ട് നമ്മളിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഹി ഓർ ഷീ വിൽ നോട്ട് ഡു ഫോർ അസ് വാട്ട് വിച്ച് ക്യാൻ ഡു ഫോർ അവർ സെൽവ്സ്. അതായത് ദൈവം ആണായാലും പെണ്ണായാലും അവരെ വന്നിട്ട് നമ്മുടെ ഉള്ളിൽ ചെയ്യില്ല, നമ്മളാണ് ചെയ്യേണ്ടത്. ഗ്രാൻഡ് ബീൻ ദ സ്ട്രെങ്ത് ആസ് ഐ ഗോ ഔട്ട് ഫ്രം ദ ഹിയർ. അപ്പൊ 76-ാമത്തെ പേജിൽ എന്താണ് പറയാ? എനിക്ക് ശക്തി തരൂ ഞാൻ ഇവിടെ നിന്ന് നടന്നു പോകാൻ. ക്ലിയർലി ഇംപ്ലൈസ് ആക്ഷൻ ഓൺ അവർ പാർട്ട്, ബട്ട് വാട്ട് ഈസ് ദ ആക്ഷൻ? എന്താണ് ആക്ഷൻ? എന്താണ് പ്രവൃത്തി? ടു ഡു യുവർ ബിഡിങ്. അങ്ങയുടെ ബിഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരന്റെ ആജ്ഞ, ഈശ്വരന്റെ ഇഷ്ടം നിറവേറാൻ എന്നെ സഹായിക്കണമേ എന്നുള്ളതാണ്. യൂസ്ഫുൾ ടു യു ആൻഡ് മൈ ഫെലോസ്. നിനക്കും മറ്റുള്ളവർക്കും പ്രയോജനകരമായിട്ട് ജീവിക്കാൻ. വി പ്രാക്ടീസ് ടോളറൻസ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മള് സഹനം പ്രാക്ടീസ് ചെയ്യുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് രമ്യതയിൽ ഏർപ്പെട്ടുകൊണ്ട് അവരെയെല്ലാം ഒരു തിരക്കേടില്ലാത്തൊരു മധ്യസ്ഥനായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഒരു കമ്പാഷൻ, അനുകമ്പയോടും കാരുണ്യത്തോടും സഹാനുഭൂതിയോടും ആർദ്രതയോടും സഹതാപത്തോടും കനിവിനോടും ഒക്കെ നമ്മൾ പ്രവർത്തിക്കുന്നു. മൂന്നാമത് എന്താണ്? പേഷ്യൻസ്. സോറി, സഹനശക്തിയോടുകൂടി, ക്ഷമാശീലനായിട്ട്, സഹനശീലനായിട്ട്, ഒരു സർവം സഹിക്കുന്നവനായിട്ട് നമ്മൾ പെരുമാറുന്നു. പിന്നെ നമ്മൾ ക്ഷമയോടും മറ്റുള്ളവരോട് മാപ്പറിയിക്കുന്ന രീതിയിലും നമ്മൾ പെരുമാറുന്നു. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുക? അസറ്റ് അല്ലെങ്കിൽ വില കൽപ്പിക്കുന്ന ഒരു വസ്തുവായിട്ട് നമ്മൾ മാറുന്നു. നമ്മളെ ഡിഫക്ട്സ്, നമുക്ക് ധാരാളം ഡിഫക്ട്സുകളുണ്ട്, അതെല്ലാം നമ്മൾ അസറ്റായിട്ട് മാറുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ 7-ാമത്തെ പടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. isn't that how bidding? So how exactly do we do that? എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? Well, our first task is there is having already identified our defects, shortcomings in the 5th step. 5-ാം പടിയിൽ വെച്ചിട്ട് നമ്മുടെ ഷോർട്ട് കമ്മിങ്ങും ഡിഫക്ട്സുകളും, അതായത് നമ്മുടെ പൊതുവായിട്ടുള്ള നമ്മുടെ സ്വഭാവ ശൈലികൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. വി മസ്റ്റ് നൗ ടേക്ക് ദം ഓൺ വൺ ബൈ വൺ. പിന്നെ ഇപ്പൊ നമ്മൾ അതിനെ ഓരോന്നിനെ എടുത്ത് കളയുകയാണ്. ആൻഡ് ഐഡന്റിഫൈ ദെയർ ഓപ്പോസിറ്റ്സ്. അതിനുശേഷം അതിന്റെ ഓപ്പോസിറ്റുകൾ എന്താണ് കണ്ടുപിടിക്കുകയാണ്. ദോസ് വുഡ് ബി അവർ അസറ്റ്സ്. അതായത് ഡിഫക്ട്സിനെ അസറ്റ് ആയിട്ട് മാറ്റുകയാണ്. വി മസ്റ്റ് ദെൻ ആസ്ക് ഗോഡ് ടു ഹെൽപ്പ് അസ് ബി ദോസ് അസറ്റ്സ്. അതായത് അങ്ങനെ ഉള്ള അസറ്റിലേക്ക് നിലകൊള്ളാനായിട്ട്, അവിടെ മാറ്റമില്ലാതെ തുടരാനായിട്ട് ദൈവത്തോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. ദെൻ വിത്ത് ഓൾ ദ വിൽ പവർ അറ്റ് അവർ കമാൻഡ് ആൻഡ് ഗോഡ് ഹെൽപ്പ് ദ പ്രാക്ടീസ് ദിസ് അസറ്റ്സ്. അതായത് നമ്മളുടെ ഇച്ഛാശക്തി കൊണ്ടും നമ്മളുടെ പ്രതിജ്ഞ കൊണ്ടും ദൈവത്തിന്റെ സഹായത്താലും നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന എന്താണ്? ഈ അസറ്റാണ്, ഡിഫക്ട്സ് അല്ല, അസറ്റാണ്. നമ്മൾ ഡെയിലി ബേസിസിൽ ഈ ഓരോ അസറ്റുകളെ പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ദെൻ സ്ലോവിലി അവർ എ പീരിയഡ് ഓഫ് ടൈം ദോസ് ഹാബിറ്റ്സ് അങ്ങനെ വളരെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം, കുറച്ചു കാലം കഴിയും തോറും വളരെ ചുരുങ്ങി പഴയ ഐഡിയകള്, ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ് നമ്മളിൽ നിന്ന് വിട്ടുപോകും. ഓൾഡ് ഐഡിയാസ്, ഇമോഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. പഴയ മനോഭാവങ്ങള്, വികാരങ്ങള്, ചിന്തകളെല്ലാം നമ്മൾ വിട്ടു. വിച്ച് വി ആർ വൺസ് വി ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് അവർ ലൈവ്സ് അവർ കാസ്റ്റ് അസൈഡ്. അതെല്ലാം നമ്മളിൽ നിന്നും കാസ്റ്റ് സൈഡ് എന്ന് വെച്ചാൽ നമ്മൾ രൂപാന്തരം സംഭവിക്കും. പഴയ വികാരങ്ങൾ നമ്മളിൽ നിന്ന് പോകും, പഴയ ഭാവങ്ങൾ നമ്മളിൽ നിന്ന് പോകും, പഴയ നിലയിലുള്ള ചില അഭിപ്രായങ്ങൾ നമ്മൾ മാറ്റും, പല നയങ്ങൾ നമ്മൾ മാറ്റും, ചില പെരുമാറ്റങ്ങൾ നമ്മൾ മാറ്റും. അവയെല്ലാം നമ്മളെ ഒരു പുതിയ മനുഷ്യനായി രൂപപ്പെടുത്തും. അത് കാസ്റ്റ് അസൈഡ് എന്നാണ്. വളരെ സ്വകാര്യമായിട്ട്, വളരെ രഹസ്യമായിട്ടാണ് അത് സംഭവിക്കുന്നത്. ദോസ് ഹോൾ ന്യൂ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ടേക്ക് ദെയർ പ്ലേസ്. അതായത് സ്പിരിച്വൽ പ്രിൻസിപ്പിൾ നമുക്ക് അതിന് പകരമായിട്ട് നമുക്ക് കിട്ടും. വളരെ ബൃഹത്തായ ഒരു മാറ്റിമറിക്കലിന്, ഒരു പുനഃക്രമീകരണത്തിനാണ് ഇവിടെ നമ്മൾ തയ്യാറാകുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ? കാൾജങ് റോളണ്ട് ഹസാറിനോട് പറഞ്ഞു, വല്ലപ്പോഴും ഒരിക്കൽ അവിടെ ഇവിടെയൊക്കെ ആളുകൾ മോചനം പ്രാപിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അവര് ഈ മോചനം പ്രാപിച്ചത് ഈ ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിലേക്ക് വന്നതിന് ശേഷമാണെന്ന് റോളണ്ട് ഹസാറിനോട് കാൾജങ് പറഞ്ഞു. അതുപോലെ തന്നെ സിൽക്ക് വർത്ത് നമ്മളോട് ഡോക്ടറുടെ അഭിപ്രായത്തിലും പറഞ്ഞു, നമ്മള് ഒരു എൻറ്റയർ സൈക്കിക് ചേഞ്ചിന് തയ്യാറായ മാത്രമാണ്. സൈക്കിക് ചേഞ്ച് എന്ന് പറഞ്ഞതിന് ശേഷം എൻറ്റയർ സൈക്കിക് ചേഞ്ച് എന്ന് പറയുന്നുണ്ട്. പരിപൂർണമായിട്ടുള്ള ഒരു സൈക്കിക് ചേഞ്ചിന് തയ്യാറായ മാത്രമാണ് നമുക്ക് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ആത്മീയ ഭാവത്തിലേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ എന്നുള്ളത്. ബട്ട് ബി കെയർഫുൾ. ശ്രദ്ധിക്കണം. ബി വെരി കെയർഫുൾ. വളരെ ശ്രദ്ധിക്കണം. ബിക്കോസ് ഇഫ് യു വർക്ക് ദ 7th സ്റ്റെപ്പ് ദ വേ ദ ബിഗ് ബുക്ക് ഡയറക്ട്സ് us to, we can no longer blame anyone ever again for our problems. അതായത് ബിഗ് ബുക്ക് പറയുന്നത് പോലെ സ്റ്റെപ്പ് 7 ചെയ്തു കഴിഞ്ഞാൽ
നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കുറ്റം പറയുന്ന പരിപാടി നിർത്തും. ഇഫ് യു റിമെയിൻ ഫ്രൈറ്റൻഡ്, നമ്മൾ ഒരു പക്ഷേ വീണ്ടും ഭയമുള്ളവരും റെസ്പോൺസിബിളും ഇൻകൺസിഡറേറ്റും ഡിസോണസ്റ്റും സെൽഫിഷും സെൽഫ് സീക്കിംഗ് ആൻഡ് ജഡ്ജ്മെന്റൽ, അത് നമുക്കറിയാം എന്തൊക്കെയാണ്. ഉത്തരവാദിത്വം ഇല്ലാത്ത, മറ്റുള്ളവരെ പരിഗണിക്കാത്ത, സത്യസന്ധനല്ലാത്ത, സ്വയം കേന്ദ്രീകൃതമായി ജീവിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായി നമ്മൾ മാറി. ആഫ്റ്റർ ബീയിങ് പ്രൊവൈഡ് വിത്ത് ദിസ് ടൂൾസ് ഓർ ചേഞ്ച്, ഇറ്റ്സ് ബിക്കോസ് വി മേഡ് എ കോൺഷ്യസ് ഡിസിഷൻ ടു സ്റ്റേ ദാറ്റ് വേ. വീണ്ടും നമ്മൾ അങ്ങനെ തുടരുകയാണ്. നമ്മൾക്ക് ഇങ്ങനെ ഒരു ടൂള്, ഈ ഒരു ഉപകരണം നമ്മളിൽ തന്നിട്ട് പോലും നമ്മൾ അങ്ങനെ തുടരുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോൺഷ്യസ് ഡിസിഷൻ, ബോധപൂർവം നമ്മൾ തുടരുകയാണ്. കാരണം നമുക്ക് മാറ്റത്തിന് തയ്യാറല്ലാത്തതുകൊണ്ടാണ്. ആൻഡ് വി കനോട്ട് ബ്ലെയിം എനിവൺ ഓർ എനിത്തിങ് എനിമോർ. നമ്മൾ ഇവിടെ വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതും പരിപാടികളും എല്ലാം നിർത്തി. ദ ബ്ലെയിം ഗെയിം ഈസ് ഓവർ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഗെയിം 7th സ്റ്റെപ്പിൽ വെച്ചിട്ട് തീരുകയാണ്. എന്തുകൊണ്ടാണ്? 7th സ്റ്റെപ്പ് ടീച്ചേഴ്സ് us to accept responsibility. നമ്മളെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പഠിപ്പിക്കണം. റൈറ്റ് ഹിയർ ആൻഡ് റൈറ്റ് നൗ, ഇപ്പോൾ ഇവിടെ വെച്ച്, ഫോർ അവർ ആക്ഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ്. നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും നമ്മുടെ എല്ലാ സ്വഭാവങ്ങൾക്കും നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. എന്താണ് ഡിഫക്ട്സുകൾ? നമ്മൾ കണ്ടു, നമ്മുടെ ഡിഫക്ട്സുകൾ കണ്ടു. ഫ്രൈറ്റൻഡ്, പേടിയാണ്. അതെന്താണ് അസറ്റായിട്ട് മാറുന്നത്? ധൈര്യമായിട്ട് മാറും. റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരാളാണെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായി വരും. ഇൻകൺസിഡറേറ്റഡ്, മറ്റുള്ളവരെ പരിഗണിക്കാത്ത ഒരാളാണെങ്കിൽ വിത്ത് ഗോഡ്സ് ഹെൽപ്പ്, ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താവും? കൺസിഡറേഷൻ, മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരാളായി മാറും. ഡിസോണസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ വിത്ത് ഗോഡ് ഐ നൗ ബിഹേവ് ഹോണസ്റ്റ്ലി. സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ വിത്ത് ഗോഡ് ഹെൽപ്പ് ഐ നൗ ബിക്കം കൺസേൺഡ് ഫോർ അതേഴ്സ്. സെൽഫ് സീക്കിംഗ് വിത്ത് ഗോഡ്, അതായത് സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുന്ന ആളുകയാണെങ്കിൽ ഞാൻ ഹ്യൂമിലിറ്റി, ഒരു എളിമയിലേക്ക് വരും. ജഡ്ജ്മെന്റിലാണെങ്കിൽ വിത്ത് ഗോഡ് ഹെൽപ്പ് ഐ നൗ ബിക്കം അക്സെപ്റ്റിംഗ്, മറ്റുള്ളവരെ സ്വീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഞാൻ ഈ സ്റ്റെപ്പ് 7 പറയുമ്പോൾ ഒരിക്കലും ഞാൻ ഈ സ്റ്റെപ്പ് 7 ആദ്യമായിട്ട് UK വെച്ച് എൻ്റെ സ്പോൺസറായിട്ട് കന്നത്ത് റോബർട്ട്സണുമായിട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ സ്റ്റെപ്പ് 7 ചെയ്തു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ കാറിന് പെട്രോൾ അടിക്കുകയാണ്. അപ്പൊ ഗ്യാസ് അടിച്ചു, പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് അയാൾക്ക് ഞാൻ 20 പൗണ്ട് കൊടുത്തു. 10 പൗണ്ട് കൊടുത്തു. 10 പൗണ്ട് കൊടുത്തെങ്കിലും അയാൾ എനിക്ക് 20 പൗണ്ടിന്റെ ബാലൻസ് ആണ് തന്നെ. ഞാനത് പോക്കറ്റിലിട്ടു. സത്യത്തില് ഞാനത് തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നു, ഞാനത് പോക്കറ്റിലിട്ടു. അപ്പൊ ഞാൻ ആ പഴയ സ്വഭാവം തന്നെ ഞാനത് എന്തോ എനിക്ക് വലിയ ലാഭം കിട്ടി, അന്ന് ഡ്യൂട്ടി ഇല്ല, അപ്പൊ 10 പൗണ്ട് എനിക്ക് കൂടുതൽ കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് ഞാൻ തിരിച്ചു കൊടുത്തില്ല. അന്ന് 2 ദിവസത്തിനുള്ളിൽ എൻ്റെ കാർ മോഷണം പോയി. ഇത് കർമ്മയാണോ അല്ലെങ്കിൽ മറ്റ് ഇതൊന്നുമല്ല. ഇപ്പൊ ഒരു പക്ഷേ കാർ മോഷണം പോയെങ്കിലും 2 ആഴ്ച കൊണ്ട് എനിക്ക് കാർ തിരിച്ചു കിട്ടി. എനിക്ക് $3000 ഇൻഷുറൻസ്, £3000 ഇൻഷുറൻസ് കിട്ടിയെങ്കിലും അതിനുശേഷം ഞാൻ ഒരു പാഠം പഠിച്ചു. എന്റെ പഴയ സ്വഭാവങ്ങൾ കൊണ്ട് നടക്കരുത്. ഞാൻ പിന്നീട് സത്യസന്ധമായിട്ട്, ഇപ്പൊ ഒരാളുടെ പണം എൻ്റെ കയ്യിൽ വന്നാൽ തിരിച്ചു കൊടുക്കാനും ഇത് നിന്റെ അമ്മേരെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആത്മാഭിമാനമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കാൻ വേണ്ടി മറ്റവന്റെ പോക്കറ്റ് കൈയെടുത്തിട്ടുകൊണ്ടോ അല്ലെങ്കിൽ അവനോട് ഇരന്ന് കുടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഒക്കെ തീരുമാനം. എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ഇരന്ന് കുടിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ എന്നാലും ചില ഓഫ് കോഴ്സ് സാധാരണ മദ്യാസക്തനെ പോലെ പല സന്ദർഭങ്ങളിലും പറ്റിച്ചൊക്കെ കുടിച്ചിട്ടുണ്ട്. വാടാ നമുക്ക് പോയി ബാറിൽ പോകാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവുക, അവനെ കൊണ്ട് പേയ്മെന്റ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അതില്ലെന്നൊന്നും പറയാനായിട്ടൊന്നും ഞാൻ തയ്യാറല്ല. പക്ഷേ ഇവിടെ ആൽക്കഹോളിസം എത്തിയതിനു ശേഷം ഇത്തരം ചില 1-2 അനുഭവങ്ങൾ എന്നിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ സത്യസന്ധമായിട്ട് ജീവിക്കുന്നതിന്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞാനൊരു ഉദാഹരണമായിട്ട് അങ്ങനെ പറയാം. പലരും പല ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ നീ അടുത്ത പാരഗ്രാഫിലേക്ക് നമുക്ക് പോകാം. റോമൽ സാർ. മിക്കവാറും ഇനിയും ചില ആശങ്കകൾക്ക് ഇടമുണ്ട്. ഞങ്ങൾ ദ്രോഹിച്ചിട്ടുള്ള ബിസിനസ് സുഹൃത്തുക്കളുടെയും മറ്റു ചങ്ങാതിമാരുടെയും പട്ടിക ഞങ്ങൾ നോക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു ആത്മീയ അടിസ്ഥാനത്തിലുള്ള സമീപനവുമായി ചെല്ലുന്നതിൽ ഞങ്ങൾ അവിശ്വാസമുള്ളവരായേക്കാം. പക്ഷേ നാം ദൃഢമനസ്കരായിരിക്കുക. ചില ആളുകളോട് ഈ ആത്മീയ വശം ആദ്യ സമീപനത്തിൽ നാം പറയാൻ പാടുമില്ല. നാം ഒരുപക്ഷെ അവരെ തെറ്റായ മുൻവിധിയിലേക്ക് നയിക്കാം. തൽക്കാലത്തേക്ക് നാം ചെയ്യുന്നത് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കാനാണ്. പക്ഷേ ഇതുകൊണ്ട് മാത്രം എല്ലാമായില്ല. നമ്മെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾക്കും ദൈവത്തിനും പരമാവധി സേവനം നൽകുന്ന രീതിയിൽ യോഗ്യത നേടുക എന്നതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം. നാം ചെയ്തിട്ടുള്ള അന്യായത്തിന്റെ പേരിൽ ഇപ്പോഴും നമ്മുടെ മുൻപിൽ കേമനാണെന്ന് ഭാവിക്കുകയും നമ്മൾ മതവിശ്വാസികളെ
മതവിശ്വാസികളായിപ്പോയി എന്ന് വിളിച്ചു പോവുകയും ചെയ്യുന്ന ഒരാളെ നാം സമീപിക്കുന്നത് ഒട്ടും ബുദ്ധിയല്ല. അതൊരു പാഴ്വേലയായിരിക്കും. നമ്മെ മതഭ്രാന്തരെന്നോ ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള മതനിഷ്ഠയുള്ളവരെന്നോ മുദ്ര കുത്തപ്പെടുന്നതിന് നാം എന്തിനു നിന്ന് കൊടുക്കണം? അങ്ങനെയായാൽ ഒരുപക്ഷേ പ്രയോജനകരമായ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കാനുള്ള അവസരം നാം നഷ്ടപ്പെടുത്തുകയായിരിക്കും. നേരെ മറിച്ച് ഒരു തെറ്റ് ശരിയാകാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നാം സമീപിക്കുന്ന ആൾ വളരെ തൽപരനായിരിക്കും. നമ്മുടെ ആത്മീയ കണ്ടെത്തലുകളെക്കുറിച്ചുള്ള സംഭാഷണത്തെക്കാൾ നാം പ്രകടിപ്പിക്കുന്ന നമ്മുടെ സന്മനോഭാവത്തിൽ അയാൾ താല്പര്യമുള്ള ആളായിത്തീരും. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ബുക്കിലും ഈ മലയാളം ബുക്കിലും ഈ ഒരു 2 പാരഗ്രാഫ് ഒന്നിച്ചാ എഴുതിയേക്കണേ. അപ്പൊ അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് കൂടുതൽ പ്രവൃത്തി ആവശ്യമുണ്ട്. നൗ വി നീഡ് മോർ ആക്ഷൻ വിത്തൗട്ട് വിച്ച് വി ഫൈൻഡ് ദാറ്റ് ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക്സ് ഈസ് ഡെഡ്. അതായത് ഇനി ഞങ്ങൾ കൂടുതൽ പ്രവൃത്തി ആവശ്യമുണ്ട്. ശ്രമം കൂടാതെയുള്ള വിശ്വാസം മൃതതുല്യമാണ് എന്ന് ഞങ്ങൾ കാണുന്നു. നമുക്ക് 8ഉം 9ഉം പടികളിലേക്ക് നോക്കാം. ഇവിടെ മറ്റേതൊരു പടിയിനേക്കാളും ഈ 8ഉം 9ഉം പടികളിലെ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിച്ചാണ് എഴുതിയേക്കുന്നത്. ഞങ്ങൾ ദ്രോഹിച്ചിട്ടുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. കാരണം നമ്മൾ 4ാം പടിയിൽ ആ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. 1ാം കോളത്തിൽ ആളുകളുടെ പേര് എഴുതിയിട്ടുണ്ട്. അവരോടൊക്കെ പ്രായശ്ചിത്തം ചെയ്യാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ കുറിച്ച് തന്നെയുള്ള സ്വയം കണ്ടെത്തൽ നടത്തിയപ്പോഴാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത്. ഞങ്ങൾ ഒരു കഠിനമായ സ്വയം ബോധ്യപ്പെട്ടലിന് വിധേയരാക്കി. അപ്പോൾ ഞങ്ങളുടെ സഹജീവികളുടെ ഇടയിലേക്ക് ചെല്ലുകയും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള നാശനഷ്ടങ്ങളുടെ തകരാറുകൾ നീക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും തന്നിഷ്ടം പോലെ ചെയ്യുക എന്ന മട്ടിലുള്ള സ്വാർത്ഥമതത്താൽ നയിക്കപ്പെട്ട് ജീവിതം മൂലം അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ അടിച്ചുവാരി കളയുവാൻ ഞങ്ങൾ ശ്രമിച്ചു. ഇത് ചെയ്യുന്നതിനുള്ള ആഗ്രഹം ഇല്ലെങ്കിൽ അത് വരുന്നത് വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന് മേൽ വിജയം വരിക്കുന്നതിന് എത്ര ദൂരം പോകുന്നതിനും തുടക്കത്തിൽ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് എന്നത് ഓർക്കുക. അതായത് ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക്സ് ഈസ് ഡെഡ്. അതായത് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം മൃതമാണ്. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പറയാം 8 and 9. അടുത്ത 8, 9 പറയാം. വി ഹാവ് എ ലിസ്റ്റ് ഓഫ് ഓൾ പേഴ്സൺ. നമ്മൾ എല്ലാ ആളുകളുടെയും ഒരു ലിസ്റ്റ് നമ്മൾ നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ളത്. ടു ഹം വി ആർ വില്ലിംഗ് ടു മേക്ക് അമെൻഡ്സ്. വി മേഡ് ഇറ്റ് വെൻ വി ടുക്ക് ഇൻവെന്ററി. അത് 4ാമത്തെ പടി എടുത്തപ്പോൾ വി സബ്ജക്ട് ഓവർസെൽസ് ടു ഡ്രാസ്റ്റിക് സെൽഫ് അപ്രൈസൽ. സ്വയം ഒരു വിലയിരുത്തൽ. സെൽഫ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ സ്വയം വിലയിരുത്തൽ. Now we go out to our fellows and repair the damage done in the past. അതായത് ഭൂതകാലത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ആ ഡാമേജ് റിപ്പയർ ചെയ്യാൻ പോവുകയാണ്. Done in the past. We attempt to sweep away to debris. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അടിച്ചു തൂത്ത് കളയാൻ പോവാണ്. അടിച്ചു തൂത്ത് കളയുക എന്നുള്ളതാണ് ഡെബറീസ് എന്നുള്ള വാക്ക് കൊണ്ട് ഉപയോഗിക്കുക. അപ്പൊ സ്വൈപ്പ് അവേ എന്നുള്ള വാക്ക് അടിച്ചു തൂത്തുക. ഡെബറീസ് വിച്ച് ഹാസ് അക്കുമുലേറ്റഡ്, കുമിഞ്ഞുകൂടിയ അത്തരം കാര്യങ്ങൾ ഔട്ട് ഓഫ് അവർ എഫേർട്ട് ടു ലൈവ് ആൻഡ് സെൽഫ് വിൽ ആൻഡ് റൺ ദ ഷോ അവർ സെൽസ്. അതായത് മദ്യപിക്കുന്ന കാലഘട്ടത്തില് സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ജീവിച്ചിരുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെ റിസൾട്ട് വളരെ മോശമായിരുന്നു. അതിനെല്ലാം നമ്മൾ ഇപ്പോ അടിച്ചു തൂത്ത് കളയാൻ പോവുകയാണ്. ആ വാക്ക് കുൽമിനേറ്റ് എന്ന് പറഞ്ഞാല് അക്കുമുലേറ്റഡ് എന്ന് പറഞ്ഞാല് കുമിഞ്ഞു കൂടുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. അക്കുമുലേറ്റഡ്, കുമിഞ്ഞു കൂടുക. അപ്പം റിമെമ്പർ, ഇഫ് യു ഹാവന്റ് ദ വിൽ ടു ഡു ദിസ് വി ആസ്ക് അൻടിൽ ഇറ്റ് കംസ്. അവിടെ ഒരു പ്രയർ ആണ്. വി ആസ്ക് എന്ന് പറഞ്ഞാൽ പ്രയർ. വി പ്രയർ അൻടിൽ ഇറ്റ് കംസ്. അതായത് നമുക്ക് ആ ഒരു വില്ലിങ്നെസ് വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. റിമെമ്പർ, ഇറ്റ് വാസ് എഗ്രീഡ് അറ്റ് ദ ബിഗിനിങ് വി ഷുഡ് ഗോ ടു എനി ലെങ്ത് ഫോർ വിക്ടറി ഓവർ ആൽക്കഹോൾ. അധ്യായം 5ന്റെ തുടക്കത്തിൽ നമ്മൾ പറയുന്നുണ്ട്, ഞാൻ ഏത് അറ്റം വരെയും പോകാനും തയ്യാറാണ്. അതാണ് ഞാൻ ഇവിടെ വീണ്ടും എടുത്തു പറഞ്ഞേക്കണം. നമ്മൾ അത് എഗ്രി ചെയ്തിട്ടാണ് ഈ പടികൾ ചെയ്തു തുടങ്ങി തന്നുള്ളത്. അപ്പൊ പിന്നീട് അങ്ങോട്ട് ഈ അമൻസിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ. പ്രോബബ്ലി there are still some misgiving. അടുത്ത പേജില് മിക്കവാറും ഇനിയും ചില ആശങ്കകളുണ്ട്. മിസ്ഗിവിംഗ് എന്ന് വെച്ചാല് ഒരു ആശങ്ക എന്നോ അതിനു മുമ്പ് എനി ലെങ്ത് ഫോർ വിക്ടറി ഓവർ ആൽക്കഹോൾ. ആൽക്കഹോൾ എന്നുള്ള വാക്കിൽ സെൽഫ് എന്നുള്ള വാക്കും കൂടി ഉപയോഗിക്കാം. കാരണം ആ ഒരു സ്വാർത്ഥതയാണ്, സ്വയം ചിന്തകളാണ്, അല്ലെങ്കിൽ സ്വാർത്ഥ ചിന്ത എന്നുള്ള വിക്ടറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഏതറ്റം വരെ പോകാനായിട്ട് നമ്മൾ തയ്യാറാകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വിക്ടറി ഓവർ ആൽക്കഹോൾ എന്നതിന് പകരം വിക്ടറി ഓവർ സെൽഫ് എന്നും കൂടി നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പൊ അടുത്തത് മിക്കവാറും ഇനിയും ചില ആശങ്കകളുണ്ട്. ഞങ്ങൾ ദ്രോഹിച്ചിട്ടുള്ള ബിസിനസ് സുഹൃത്തുക്കളുടെ മറ്റു ചങ്ങാതിന്റെ പട്ടിക ഞങ്ങൾ നോക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു ആത്മീയ അടിസ്ഥാനത്തിലുള്ള സമീപിച്ചതിന് ഞങ്ങൾ അവിശ്വാസമുള്ളവരായിരിക്കാം.
Probably there are still some missing. As we look over the list of business acquaintance and friends we have had, we may feel diffident about going to some of them a spiritual basis. അപ്പൊ ഒരു ആത്മീയ അടിസ്ഥാനത്തില് അപ്പൊ ഓരോരുത്തരും ഇനി അമൻസ് എങ്ങനെയാണ് ചെയ്യണേന്നുള്ളതിന് ചില കാര്യങ്ങൾ അവര് നമ്മുടെ ചിന്തകളിലേക്ക് തരികയാണ്. ബിസിനസ് ആയിട്ട് പരിചയക്കാര് നമ്മുടെ ബിസിനസ്സിൽ നമ്മളോട് ചേർന്ന് പ്രവർത്തിച്ചവരുടെ അടുത്ത് ചെല്ലുമ്പോ ഒരു ആത്മീയമായിട്ടുള്ള ഉണർവിൽ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു സമീപനം വന്നു കഴിഞ്ഞാല് അവർക്കൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു അവിശ്വാസം, ഒരു ശങ്കയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അക്വൈന്റൻസ് എന്ന് പറഞ്ഞാൽ പരിചയക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ പരിചിതൻ എന്നുള്ള രീതിയിലാണ് അക്വൈന്റൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ആൻഡ് ഫ്രണ്ട്സ് വി ഹാവ് ഹർട്ട്, നമ്മൾ അവരെ ഹർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്പിരിച്വൽ ആത്മീയ അടിസ്ഥാനത്തിലുള്ള ഒരു ബേസിസിൽ ചിലപ്പോ പോകുമ്പോ അപ്പൊ ആദ്യത്തെ ഒരു ഉദാഹരണമാണ് ആസ് വി ലുക്ക് അവർ ദ ലിസ്റ്റ് ഓഫ് business acquaintance and friends we have heard, we may feel diffident about going to some of them on a spiritual basis. ഒരു ആത്മീയ അടിസ്ഥാനത്തിൽ അവിടെ പോകുമ്പോൾ അതൊരു ആശങ്ക ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു വീരത്വമുള്ള ഒരു പരിപാടിയായി മാറാൻ സാധ്യത. ലെറ്റ് us be reassured. നമ്മള് സ്ഥിരീകരിക്കണം. ടു സം പീപ്പിൾ വി നീഡ് നോട്ട് ആൻഡ് പ്രോബബ്ലി ഷുഡ് നോട്ട് എംഫസൈസ് ദ സ്പിരിച്വൽ ഫ്യൂച്ചർ ഫോർ അവർ ഫസ്റ്റ് അപ്രോച്ച്. അപ്പൊ നമ്മുടെ ആദ്യത്തെ കണ്ടുമുട്ടലിൽ തന്നെ അല്ലെങ്കിൽ ഈ അമൻസ് ചെയ്യാൻ പോകുമ്പോൾ ഓരോ ഉദാഹരണങ്ങൾ പറയുന്നതാണ്. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് അപ്രോച്ച് എന്നാണ് സ്പിരിച്വൽ ഫീച്ചർ അല്ലെങ്കിൽ ആത്മീയ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ ആത്മീയതയെ ഊന്നി പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രാധാന്യം പൊക്കി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവരൊരു മുൻവിധിയിലേക്ക് വരും. വി മൈറ്റ് പ്രജുഡൈസ് ദം, നമ്മൾ ഒരു എതിരഭിപ്രായം, അവർക്കൊരു എതിരഭിപ്രായം ഉണ്ടാവും. അറ്റ് ദ മൂമെന്റ് വി ആർ ട്രൈങ് ടു പുട്ട് അവർ ലൈഫ്സ് ഇൻ ഓർഡർ, ബട്ട് ദിസ് ഇസ് നോട്ട് ആൻ എൻഡ് ഇറ്റ്സെൽഫ്. അപ്പം അത് നമുക്കൊരു ചിലപ്പോ ഈ ചില ആളുകളെ ഒന്നിട്ട് അമൻസ് ചെയ്യാൻ പോകുമ്പോൾ അവര് നമുക്കെതിരെ പറയുകയോ നമുക്ക് അമന്റിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ നമ്മളുമായിട്ട് രമ്യതയിൽ ഏർപ്പെടാൻ കഴിയാത്തവരുണ്ട്. പക്ഷെ അറ്റ് ദ മൂമെന്റ് വി ആർ ട്രൈങ് ടു പുട്ട് അവർ ലൈഫ്സ് ഇൻ ഓർഡർ, നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ബട്ട് ദിസ് ഇസ് നോട്ട് ആൻ എൻഡ് ഇൻ ഇറ്റ്സെൽഫ്. അപ്പോ ഞങ്ങൾ നോക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ആത്മീയ അടിസ്ഥാനത്തിലുള്ള സമീപനമായി ചിലതിന് ഞങ്ങൾ അവിശ്വാസമുള്ളവരായേക്കാം. പക്ഷെ നാം ദൃഢമനസ്കരായിരിക്കുക. ചില ആളുകളോട് ഈ ആത്മീയ വശം ആദ്യ സമീപനത്തിൽ നാം ഊന്നി പറയേണ്ടതില്ല. ഫസ്റ്റ് അപ്രോച്ചിൽ ഇത് പറയേണ്ട കാര്യമില്ല, പറയാൻ പാടുമില്ല. നാം ഒരുപക്ഷെ അവരെ തെറ്റായ മുൻവിധിയിലേക്ക് നയിക്കാം. തൽക്കാലത്തേക്ക് നാം ചെയ്യുന്നത് നമ്മുടെ ജീവിതം ചട്ടപ്പെടുത്തി ജീവിക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ട് മാത്രം എല്ലാം ആയില്ല. നമ്മെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾക്കും ദൈവത്തിനും പരമാവധി സേവനം നൽകുന്ന രീതിയിൽ യോഗ്യത നേടുക എന്നതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം. നാം ചെയ്തിട്ടുള്ള അന്യായത്തിന്റെ പേരിൽ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ കേമനാണെന്ന് ഭാവിക്കുകയും നമ്മൾ വധവിശ്വാസികളായി പോയി എന്ന് വിളിച്ചു പോവുകയും ചെയ്യുന്ന ഒരാളെ നാം സമീപിക്കുന്നത് ഒട്ടും ബുദ്ധിയല്ല. അപ്പോൾ അവർ റിയൽ പർപ്പസ് ഇസ് ടു ഫിറ്റ് അവർ സെൽഫ് ടു ബി മാക്സിമം സർവീസ് ടു ഗോഡ് ആൻഡ് ദ പീപ്പിൾ അബൌട്ട് us. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളെ ഒരു സർവീസിലേക്ക് എത്തിക്കാനാണ്, അല്ലാതെ നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആക്കാനല്ല. മറ്റുള്ളവർക്കും ദൈവത്തിനും ഏറ്റവും കൂടുതൽ ഗോഡ് ഹാസ് ബി അണ്ടർസ്റ്റുഡ് ചെയ്യും. എപ്പോഴും നമ്മൾ ഈ ഗോഡ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഗോഡ് ഹാസ് ബി, നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തിനും ഈ മറ്റുള്ള ആളുകൾക്കും ഏറ്റവും നല്ലവനായി പ്രവർത്തിക്കാനായിട്ട്, ഒരു റിയൽ പർപ്പസിൽ ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ മാക്സിമം സർവീസിൽ ജീവിക്കാനായിട്ടാണ് നമ്മളിത് സഹായിക്കുന്നത്. ഇറ്റ് ഇസ് സെൽഡം വൈസ് ടു അപ്രോച്ച് ആൻ ഇൻഡിവിജ്വൽ who still smarts from our injustice stream and announce that we have gone religious. അതായത് നമ്മൾ മതപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പുതിയ നമ്മൾക്ക് രമ്യതയിൽ ഏർപ്പെടാനുള്ള ആളുകളോട് ചെല്ലുമ്പോൾ അത് ചിലപ്പം അത് വർക്ക്ഔട്ട് ആവുന്നില്ല. ഇൻ ദ പ്രൈസ് റിംഗ് ദിസ് വുഡ് ബി കോൾഡ് ലീഡിങ് വിത്ത് ദ ചിൻ. വൈ ലേ ourselves open a being branded fantastic or religious bars. അതായത് ബ്രാൻഡഡ് ഫാന്റാസ്റ്റിക്സ് എന്ന് വെച്ചാൽ മതഭ്രാന്ത് പിടിച്ച അല്ലെങ്കിൽ മതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കടംപിടുത്തക്കാരനായി മാറുക എന്നുള്ളതാണ്. അത് ബോറായിരിക്കുന്നതാണ്. റിലീജിയസ് ബോർഡ്സ് എന്ന് വെച്ചാൽ ബോറടിപ്പിക്കുക എന്നുള്ളത്. അത് ബോറടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും മതത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡഡ്, ഇപ്പൊ ഞാൻ പലപ്പോഴും പറയാറുള്ളത് നമ്മളൊരു ബ്രാൻഡഡ് നെയിമായിട്ട് തലയിൽ ഒട്ടിച്ചുകൊണ്ട് നടക്കരുതെന്ന് ഞാൻ പലപ്പോഴും സംസാരിക്കാറ്. അപ്പൊ ബ്രാൻഡഡ് ഫനാറ്റിക്സ് എന്ന് വെച്ചാല് മതഭ്രാന്ത് പിടിച്ച ഒരാളായി നമ്മൾ മാറരുത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല അവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത്. വി മേ കിൽ എ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റി. ഇങ്ങനെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാല് നമ്മൾ ഭാവിയിൽ ഒരു അവസരം ടു ക്യാരി എ ബെനിഫിഷ്യൽ മെസ്സേജ്, അതായത് നമുക്ക് നന്നായി കൊടുക്കാമായിരുന്ന ഒരു സന്ദേശത്തെ നശിപ്പിക്കുക എന്നുള്ളതായിരിക്കും അവിടെ നമ്മൾ ചെയ്യുക. ബട്ട് അവർ മെൻ ഈസ് ഷുവർ ടു ബി ഇംപ്രസ്ഡ് വിത്ത് എ സിൻസിയർ ഡിസൈർ ടു സെറ്റ് റൈറ്റ് ദ റോങ്. അതായത് നമ്മൾ പോകുന്ന ഒരു അമൻസ് ചെയ്യുന്ന ആളും അയാള് നമ്മൾ ചെയ്യുന്ന സിൻസിയർ ഡിസയർ, ആത്മാർത്ഥമായിട്ടുള്ള നമ്മുടെ ശ്രമത്തെ
നമ്മൾ യഥാർത്ഥത്തിൽ ശരിയായിട്ട് ചെയ്യുവാണെങ്കിൽ സെറ്റ് റൈറ്റ് ദ റോങ്, അതായത് നമ്മുടെ ശരി അല്ലെങ്കിൽ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് പോകാനുള്ള നമ്മുടെ ആഗ്രഹത്തെ അവൻ ഇംപ്രസ് ചെയ്യും. യഥാർത്ഥത്തിൽ ഇംപ്രസ് ചെയ്യാനാണ് സാധ്യത. ഹി ഈസ് ഗോയിങ് ടു ബി മോർ ഇൻട്രസ്റ്റഡ് ഇൻ എ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഗുഡ് വിൽ ദാൻ ഇൻ അവർ ടോക്ക് ഓഫ് സ്പിരിച്വൽ ഡിസ്കവറീസ്. നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയതിനു ശേഷമുള്ള ആത്മീയമായ ചില കണ്ടെത്തലുകൾ വിളമ്പിക്കൊണ്ട് നമ്മൾ ആ രമ്യതയിൽ ഏർപ്പെടുന്നതിനേക്കാളും നല്ലത് നമ്മൾ അവന്റെ മുമ്പിൽ ചില ഡെമോൺസ്ട്രേഷൻ കാണിക്കുക, ഒരു ശരിയായ അർത്ഥത്തിലുള്ള നമ്മുടെ ആഗ്രഹത്തെ കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പണം കടം കൊടുക്കാനുള്ളവനാണെങ്കിൽ ഉടൻ തന്നെ പണം കൊടുക്കുക. $100 കൊടുക്കാനെങ്കിൽ $10 ഇപ്പൊ കൊടുക്കുക, ബാക്കി പിന്നെ തരാന്ന് പറയും. അങ്ങനെ ഒരു കുറച്ചായിട്ട് കൊടുക്കുക. അപ്പൊ അവന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അല്ലാണ്ട് നമ്മൾ ഇവിടെ ആത്മീയമായിട്ടുള്ള തത്വങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. അപ്പൊ ഹി ഈസ് ഗോയിങ് ടു ബി മോർ ഇൻട്രസ്റ്റഡ് ഇൻ എ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഗുഡ് വിൽ, അതായത് ശരിയായ ഒരു ആഗ്രഹമാണ് അവന് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്ന, റാദർ ദാൻ ഇൻ അവർ ടോക്ക് ഓഫ് സ്പിരിച്വൽ ഡിസ്കവറീസ്. നമ്മുടെ ആത്മീയ കണ്ടെത്തലിനേക്കാളും വിളമ്പുന്നതിനേക്കാളും അങ്ങനെ ഒരു ഉദാഹരണം കൊടുക്കുകയാണ്. അടുത്ത് വായിക്കാവോ? ഈശ്വരൻ എന്ന വിഷയത്തിൽ നിന്നും പിന്തിരിഞ്ഞു മാറുന്നതിനുള്ള ഒരു ഒഴിവ് കഴിവായി ഞങ്ങൾ ഇതിനെ ഉപയോഗിക്കുന്നില്ല. എന്തെങ്കിലും ഒരു നല്ല കാര്യം നിർവഹിക്കപ്പെടുമെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ദൃഢവിശ്വാസങ്ങൾ സാമാന്യ ബുദ്ധിയോടും നയചാരുത്യത്തോടും കൂടി തുറന്നു പറയുവാൻ സന്നദ്ധതയുള്ളവരാണ്. നമ്മൾ വെറുത്തിരിക്കുന്ന ഒരാളെ എങ്ങനെ സമീപിക്കും എന്ന പ്രശ്നം ഉയർന്നു വന്നേക്കാം. ഞങ്ങൾ അങ്ങോട്ട് ചെയ്തിട്ടുള്ളതിനേക്കാൾ ദ്രോഹം അയാൾ ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടാകും. അയാളുടെ കുറെ കൂടി നല്ലൊരു മനോഭാവം ഞങ്ങൾ ആർജിച്ചിട്ടുണ്ടാകും. പക്ഷേ അപ്പോഴും ഞങ്ങളുടെ തെറ്റുകൾ തുറന്ന് സമ്മതിക്കുന്നതിൽ ഞങ്ങൾ വൈമനസ്യമുള്ളവരായിരിക്കാം. എന്നിരുന്നാലും നാം ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനെ സമീപിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിക്കുന്നു. ഒരു കൂട്ടുകാരനേക്കാൾ ഒരു ശത്രുവിനെ സമീപിക്കുന്നത് കൂടുതൽ കഠിനമാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഗുണം ചെയ്യുന്നു. ഞങ്ങളുടെ പഴയ തെറ്റായ ധാരണകൾ ഏറ്റുപറഞ്ഞുകൊണ്ടും ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടും മാപ്പ് നൽകാനും സഹായിക്കാനുമുള്ള മനോഭാവത്തെ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഓക്കെ, അടുത്ത വാക്ക് ഉപയോഗിക്കുകയാണ്. We don't use this as an excuse for shying away from the subject of God. അതായത് ദൈവം എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ ഗോഡ് ഹാസ് ബി അണ്ടർസ്റ്റുഡ് ഹിം എന്നുള്ള ആശയത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു മാർഗമല്ല, അല്ലെങ്കിൽ അത് ഒരു ലജ്ജാകരമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ല. When it will serve any good purpose, we are willing to announce our convictions with tact and common sense. അപ്പൊ മിക്കവാറും ഇനിയും ചില ആശയങ്ങൾ കണ്ടാണ് ഞങ്ങൾ ഈശ്വരൻ എന്ന വിഷയത്തിൽ നിന്നും പിന്തിരിഞ്ഞ് മാറുന്നതിനുള്ള ഒരു ഒഴിവായി ഞങ്ങൾ ഇതിനെ ഉപയോഗിക്കുന്നില്ല. എന്തെങ്കിലും ഒരു നല്ല കാര്യം നിർവഹിക്കപ്പെടുമെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ദൃഢവിശ്വാസങ്ങൾ സാമാന്യ ബുദ്ധിയോടും നയചാതുര്യതയോടും കൂടി തുറന്നു പറയാൻ സന്നദ്ധതയുള്ളവരാണ്. നമ്മൾ വെറുത്തിരുന്ന ഒരാളെ എങ്ങനെ സമീപിക്കുന്ന പ്രശ്നം എടുത്തു വന്നേക്കാം. അപ്പം അമൻസില് ആദ്യത്തെ മറ്റൊരു ഉദാഹരണം കൂടി പറയാണ്. നമ്മൾ വളരെ വെറുത്തിരുന്ന ഒരാളെ എങ്ങനെ സമീപിക്കും എന്ന പ്രശ്നം ഉയർന്നു വന്നേക്കാം. ഒരു എക്സാമ്പിൾ ആണ്. ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ ടു അപ്രോച്ച് ദ മാൻ വി ഹേറ്റഡ് വിൽ അറൈസ്. ഇറ്റ് മേ ബി, അപ്പൊ അടുത്ത വാക്കന, ഇറ്റ് മേ ബി ഹി ഹാസ് ഡൺ അസ് ഫോർ മോർ ഹാം ദാൻ വി ഹാവ് ഡൺ ഹിം. അതായത് അവരായിരിക്കും നമ്മളിലേക്ക്, അത് നമ്മൾ വെറുത്തിരുന്ന ഒരാളെ എങ്ങനെ സമീപിക്കാം പ്രശ്നം. ഞങ്ങൾ അങ്ങോട്ട് ചെയ്തുള്ളതിനേക്കാൾ ദ്രോഹം അയാൾ ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അവരായിരിക്കും കൂടുതൽ ദ്രോഹം ചെയ്തിരുന്നത്. അയാളോട് കുറെ കൂടി നല്ലൊരു മനോഭാവം ഞങ്ങൾ ആർജിച്ചിട്ടുണ്ടാകാം. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ തെറ്റുകൾ തുറന്ന് സമ്മതിക്കുവാൻ ഞങ്ങൾ വൈമനസ്യമുള്ളവരായിരിക്കാം. ഇറ്റ് മേ ബി ഹി ഹാസ് ഡൺ അസ് മോർ ഹാം ദാൻ വി ഹാവ് ഡൺ ഹിം ആൻഡ് ദോ വി മേ ഹാവ് അക്വയർഡ് എ ബെറ്റർ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ഹിം, വി ആർ സ്റ്റിൽ നോട്ട് ടു കീൻ അബൌട്ട് അഡ്മിറ്റിംഗ് അവർ ഫോൾസ്. അപ്പോഴും നമ്മൾ നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ തയ്യാറാവുന്നില്ലായിരിക്കാം. Nevertheless, with a person we dislike, we take the bit in our teeth. It is harder to go to an enemy than to a friend, but we find it much more beneficial to us. അപ്പൊ അയാളുടെ കുറെ കൂടി നല്ലൊരു മനോഭാവം വന്നിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ തെറ്റുകൾ തുറന്ന് സമ്മതിക്കും ഞങ്ങൾ വൈമനസ്യമുള്ളവരായിരിക്കാം. എന്നിരുന്നാലും നാം ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനെ സമീപിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിക്കുന്നു. ഒരു കൂട്ടുകാരനേക്കാൾ ഒരു ശത്രുവിനെ സമീപിക്കുന്നത് കൂടുതൽ കഠിനമാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഗുണം ചെയ്യുന്നു. ഞങ്ങളുടെ പഴയ തെറ്റായ ധാരണകൾ ഏറ്റുപറഞ്ഞുകൊണ്ടും ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടും മാപ്പ് നൽകാനും സഹായിക്കാനുള്ള മനോഭാവത്തോടെ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇറ്റ് ഈസ് ഹാർഡർ ടു ഗോ ടു ആൻ എനിമി, അതായത് ദാൻ ടു എ ഫ്രണ്ട്.
അതായത് ഒരു ശത്രുവിന്റെ അടുത്തേക്ക് പോകുന്ന കൂട്ടുകാരനേക്കാളും ശത്രുവിന്റെ അടുത്തേക്ക് പോകുന്നതാണ് കൂടുതൽ ഹാർഡർ. ബട്ട് വി ഫൈൻഡ് ഇറ്റ് മച്ച് മോർ ബെനിഫിഷ്യൽ. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്താൽ അത് കൂടുതൽ ഗുണകരമായിരുന്നു. വി ഗോ ടു ഹിം ഇൻ ഹെൽപ്ഫുൾ ആൻഡ് ഫോർ ഗിവിംഗ് സ്പിരിറ്റ്. നമ്മളൊരു സഹായകരമായിട്ടുള്ള അല്ലെങ്കിൽ പൊറുക്കുന്ന ഒരു മനോഭാവത്തോട് ആത്മീയതയോട് കൂടിയാണ് അവിടെ കൺഫസിങ് ഓർ ഫോർമറിൽ ഫീലിംഗ് ആൻഡ് എക്സ്പ്രസിങ് അവർ റിഗ്രറ്റ്. നമ്മൾ അവരെ കുമ്പസാരിക്കുന്നു അല്ലെങ്കിൽ തുറന്നു പറയുന്നു നമ്മുടെ മുൻകാല അവസ്ഥകളെ അവനോട് തുറന്നു പറയുന്നു. അടുത്തത് വായിക്കാവോ? അടുത്തൊരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്, അത് വായിക്കാം. യാതൊരു സാഹചര്യത്തിലും ഞങ്ങൾ അയാളെ വിമർശിക്കുകയോ അയാളുമായി വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നില്ല. ഞങ്ങളുടെ കഴിഞ്ഞ കാലം നേരെ ചൊവ്വയാക്കുന്നതിന് വേണ്ടി ചെയ്യാവുന്ന തൻ്റെ പരമാവധി ചെയ്യുന്നതുവരെ ഞങ്ങൾക്ക് കുടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയില്ലെന്ന് ലളിതമായി അയാളോട് പറയുന്നു. അയാൾ എന്ത് ചെയ്യണമെന്ന് അയാളോട് പറയാതെ അയാളുടെ ഭാഗത്തുള്ള വൈകല്യങ്ങൾ തിരുത്തുവാൻ ഞങ്ങൾ തയ്യാറാവുന്നു. അപ്രകാരം ചെയ്തില്ലെങ്കിൽ ഒന്നും പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അയാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ തെറ്റുകൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകളെ സ്പർശിച്ചു മാത്രം സംസാരിക്കും. ഞങ്ങളുടെ സമീപന രീതി ശാന്തവും ആർജവമാർന്നതും തുറന്ന മനസ്സോടെ ഉള്ളതുമാണെങ്കിൽ തൃപ്തികരമായ ഫലം ഞങ്ങൾക്ക് അനുഭവിക്കാനാകും. അടുത്തത് എന്താ പറയാ? അടുത്തത് രണ്ടാമത്തെ ഒരു ഉദാഹരണമാണ്. We don't use under no condition do we criticize such a person or argue. അതായത് നമ്മള് യാതൊരു സാഹചര്യത്തിലും അയാൾ ഞങ്ങളെ വിമർശിക്കുകയോ അയാളുടെ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നില്ല. ഇപ്പൊ രണ്ടാമത്തെ ഒരു ഉദാഹരണമാണ്. യാതൊരു സാഹചര്യത്തിലും ഞങ്ങൾ അയാളെ വിമർശിക്കുകയോ അയാളുമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നില്ല. ഞങ്ങളുടെ കഴിഞ്ഞ കാലം നേരെ ചൊവ്വയാക്കുന്നതിന് വേണ്ടി ചെയ്യാവുന്നതിന് പരമാവധി ചെയ്യുന്നതുവരെ ഞങ്ങൾക്ക് കുടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയില്ലെന്ന് ലളിതമായി അയാളോട് പറയുന്നു. എന്താണ് പറയുന്നത്? Simply, we tell him that we will never get over drinking until we have done our utmost to straighten our past. നമ്മുടെ ഭൂതകാലത്തിലെ ഇത്തരം കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് കുടിയിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റില്ലെന്ന് സിമ്പിൾ ആയിട്ട് അയാളോട് പറയുന്നു. വി ആർ ദർ നോ ടു സെർവ് അവർ സൈഡ് ഓഫ് ദ സ്ട്രീറ്റ്. എപ്പോഴും നമ്മുടെ റോഡിന്റെ സൈഡ് ക്ലീൻ ചെയ്തു വെക്കുന്നു. റിയലൈസിങ് ദാറ്റ് നത്തിങ് വർത്ത് വൈൽ can be accomplished until we do so, never trying to tell him what he should do. അവൻ എന്താണ് ചെയ്യേണ്ടത്, അയാൾ എന്ത് ചെയ്യണം എന്ന് അയാളോട് പറയാതെ ഞങ്ങളുടെ ഭാഗത്തുള്ള വൈകല്യങ്ങൾ തിരുത്തുവാൻ ഞങ്ങൾ തയ്യാറാവുന്നു. അപ്രകാരം ചെയ്തില്ലെങ്കിൽ ഒന്നും പൂർത്തീകരിക്കാൻ സാധിക്കില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അയാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ തെറ്റുകൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതൊരു പ്രത്യേക കാര്യമാണ്. ഹിസ് ഫോൾട്ട് ആർ നോട്ട് ഡിസ്കസ്ഡ്. അവന്റെ തെറ്റുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. വി സ്റ്റിക്ക് ടു അവർ ഓൺ. നമ്മുടെ തെറ്റുകൾ മാത്രത്തിൽ നമ്മൾ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. If our manner is calm, frank and open, we will be gratified with the result. അതായത് ഞങ്ങളുടെ തെറ്റുകളെ സ്പർശിച്ച് മാത്രം സംസാരിക്കും. ഞങ്ങളുടെ സമീപന രീതി ശാന്തവും ആർജവമാർന്നതും തുറന്ന മനസ്സോടുള്ളതുമാണെങ്കിൽ തൃപ്തികരമായ ഫലം ഞങ്ങൾക്ക് അനുഭവിക്കാനാവുന്നുള്ള ഒരു ഇതാണ്. അടുത്തത് മൂന്നാമത്തെ ഒരു ഉദാഹരണം വായിക്കാവോ? 10ൽ 9 പേരുടെ കാര്യത്തിലും തീരെ അപ്രത്യക്ഷമായത് സംഭവിക്കുന്നു. ചിലപ്പോൾ ഞങ്ങൾ സന്ദർശിക്കുന്ന മനുഷ്യൻ അയാളുടെ മുൻകാല കുറ്റങ്ങൾ ഏറ്റുപറയുന്നു. അതുകൊണ്ട് വർഷങ്ങളായി നിലനിൽക്കുന്ന വഴക്ക് ഒരു മണിക്കൂറിനകം ഉരുകിത്തീരുന്നു. തൃപ്തികരമായി പുരോഗതി കൈവരിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെടുക വിരളമാണ്. ഞങ്ങളുടെ പഴയ ശത്രുക്കൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യത്തെ പുകഴ്ത്തുകയും ഞങ്ങൾക്ക് വിജയാശംസകൾ നേരുകയും ചെയ്യുന്നു. ചിലപ്പോഴൊക്കെ അവർ സഹായം വാഗ്ദാനം ചെയ്യുന്നു. ആരെങ്കിലും ഞങ്ങളെ പടിക്ക് പുറത്താക്കിയാൽ പോലും ഞങ്ങളത് കാര്യമാക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ പങ്ക് നിർവഹിച്ചു കഴിഞ്ഞു. ഇനി അത് അണക്കെട്ടിലേക്ക് അർപ്പിച്ച വെള്ളം പോലെയാണ്, അവിടെ തങ്ങി നിൽക്കും. അടുത്ത ഉദാഹരണം പറയാണ്. അതായത് 10ൽ 9 പേരുടെ കാര്യത്തിൽ തീരെ അപ്രതീക്ഷിതമായത് സംഭവിക്കുന്നു. ചിലപ്പോൾ ഞങ്ങൾ സന്ദർശിക്കുന്ന മനുഷ്യൻ അയാളുടെ മുൻകാല കുറ്റങ്ങൾ ഏറ്റുപറയും. അതായത് നമ്മൾ ഒരാളോട് അമൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രമ്യതയ്ക്ക് പോകുമ്പോൾ അയാൾ ചിലപ്പോ in 9 cases out of 10 the unexpected happens. Sometimes the man we are calling upon admits his own fault. അദ്ദേഹത്തിന്റെ തെറ്റുകൾ ഏറ്റുപറയുന്നു. സോ ഫോർട്സ് ഓഫ് ഇയേഴ്സ് സ്റ്റാൻഡിങ് മെൽറ്റ് അവേ ഇൻ ആൻ അവർ. അപ്പോൾ മുൻകാല കുറ്റങ്ങൾ ഏറ്റുപറയുമ്പോൾ പണ്ട് വർഷങ്ങളായി നിലനിൽക്കുന്ന വഴക്ക് ഒരു മണിക്കൂറിനകം അല്ലെങ്കിൽ മെൽറ്റ് അവേ ഇൻ ആൻ അവർ, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് അലിഞ്ഞു തീരുന്നു അല്ലെങ്കിൽ ഉരുക്കി തീരുന്നു. തൃപ്തികരമായ പുരോഗതി കൈവരിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെടുക വിരളമാണ്.
ഞങ്ങളുടെ പഴയ ശത്രുക്കൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യത്തെ പുകഴ്ത്തുകയും ഞങ്ങൾക്ക് വിജയാശംസകൾ നേരുകയും ചെയ്യുന്നു. ചിലപ്പോഴൊക്കെ അവർ സഹായം വാഗ്ദാനം ചെയ്യുന്നു. ആരെങ്കിലും ഞങ്ങളെ പടിക്ക് പുറത്താക്കിയാൽ പോലും ഞങ്ങൾ അത് കാര്യമാക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ പങ്ക് നിർവഹിച്ചു കഴിഞ്ഞു. ഇനി അത് അണക്കെട്ടിലേക്ക് അർപ്പിച്ച വെള്ളം പോലെയാണ്, അവിടെ തങ്ങി നിൽക്കും. ഇംഗ്ലീഷ് ബുക്കിൽ പറഞ്ഞ അവർ ഫോർമർ എനിമീസ് സംടൈംസ് പ്രൈസ് വാട്ട് വി ആർ ഡൂയിങ് ആൻഡ് വിഷ് അസ് വെൽ. നമ്മളെ പുകഴ്ത്തുകയും നമുക്ക് ആശംസ തരികയും ഒക്കേഷണലി ദേ വിൽ ഓഫർ അസിസ്റ്റൻസ്. നമുക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് അവർ ചോദിക്കും. ഇറ്റ് ഷുഡ് നോട്ട് മാറ്റർ. ഇതൊന്നും പ്രശ്നമല്ല. ഹവർ ഇഫ് സമ്മൺ ഡസ് ത്രോ us ഔട്ട് ഓഫ് ഹിസ് ഓഫീസ്. ഓഫീസിൽ നിന്ന് പുറത്താക്കുമെന്ന് വെച്ചാൽ അപ്പൊ ഇവിടെ മലയാളം ബുക്കിൽ അതല്ല പറഞ്ഞത്. അത് വന്നിട്ടില്ല. ഓഫീസ് എന്നുള്ള വാക്ക് വന്നിട്ടില്ല. അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്ന് വാർത്ത പറയുകയാണെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളെ അവിടുന്ന് പുറത്താക്കിയേക്കാം. വി ഹാവ് മെയ്ഡ് അവർ ഡെമോൺസ്ട്രേഷൻ. അതായത് നമ്മുടെ പാർട്ട് കഴിഞ്ഞു. ഡൺ അവർ പാർട്ട്. നമ്മുടെ ഇറ്റ്സ് വാട്ടർ ഓവർ ദ ഡാം. നമ്മൾ അണക്കെട്ടിൽ അർപ്പിച്ച വെള്ളം പോലെയാണ്. അപ്പൊ നമ്മളെ കിക്ക് ഔട്ട് ചെയ്താലും നമുക്ക് പ്രശ്നമാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നാലാമത്തെ മറ്റൊരു ഉദാഹരണം. മിക്കവാറും എല്ലാ അമിത മദ്യപാനാസക്തർക്കും പണബാധ്യതയുണ്ടാകും. ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് പണം കടം തന്ന് സഹായിച്ചവരെ കബളിപ്പിക്കുന്നില്ല. ഞങ്ങൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് അവരോട് പറയുമ്പോൾ ഞങ്ങളുടെ കുടിയെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും അവർക്കും അതറിയാം. നമ്മൾ അങ്ങനെ കരുതിയാലും ഇല്ലെങ്കിലും സാമ്പത്തിക ബാധ്യത വന്നുപെടും എന്ന കാരണം കൊണ്ട് ഞങ്ങളുടെ ആൽക്കഹോളിസം പുറത്തു പറയാതിരിക്കുന്നുമില്ല. ഈ രീതിയിലുള്ള സമീപനം നടത്തിയാൽ ഏറ്റവും കർക്കശമായ പണമിടപാടുകാരൻ പോലും ചിലപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തും. ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ഇടപാടുകൾ നടത്തിക്കൊണ്ട് പറ്റിപ്പോയ കാര്യങ്ങളിൽ ദുഃഖിക്കുന്നവരാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും. എന്തൊക്കെ തന്നെയാണെങ്കിലും പണം കൊടുക്കാനുള്ളവരെ കുറിച്ചുള്ള ഭയം ഞങ്ങൾ ദൂരീകരിക്കണം. കാരണം അവനെ നേരിടാൻ ഞങ്ങൾ ഭയന്നാൽ ഞങ്ങൾ കുടിക്കാൻ നിർബന്ധിതരാകും എന്നത് തീർച്ചയാണ്. നാലാമത്തെ ഉദാഹരണം പറയുന്നത് പണം കൊടുക്കാവുന്ന കാര്യത്തിലാണ്. അതായത് എല്ലാ അമിത മദ്യപാനാസക്തർക്കും മോസ്റ്റ് ആൽക്കഹോളിക് സോ മണി എന്ന് പറഞ്ഞത് എല്ലാവർക്കും കടം ഉണ്ടായിരുന്നു. എനിക്കും കടം ഉണ്ടായിരുന്നു. കയ്യിൽ വരുമ്പോൾ വി ഡു നോട്ട് ഡോഡ്ജ് അവർ ക്രെഡിറ്റേഴ്സ്. അതായത് നമ്മൾ അവരെ ചതിക്കുന്നില്ല, അവരെ പറ്റിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഡോഡ്ജ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. പറ്റിക്കാൻ ശ്രമിക്കുക. അപ്പോ അല്ലെങ്കിൽ വഞ്ചിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരോട് കൃത്രിമം കാണിക്കുക, അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല. ടെല്ലിങ് ദം വാട്ട് വി ആർ ട്രൈങ് ടു ഡു. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവരോട് തുറന്ന് പറയുകയാണ്. വി മേക്ക് നോ ബോൺസ് അബൌട്ട് അവർ ഡ്രിങ്കിങ്. അതായത് ബോണസ് എന്ന് വെച്ചാൽ നമ്മുടെ കുടിയുടെ കാര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതുകൊണ്ടാണ് പൈസ തരാൻ പറ്റാത്തെന്നുള്ള അങ്ങനെ ഒരു ബോണസ് നമ്മൾ എടുക്കുന്നത്. യൂഷ്വലി നോ ഇറ്റ് എനിവേ. നമ്മുടെ കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം. വെദർ വി തിങ്ക് സോ ഓർ നോട്ട്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിലും ഉണ്ടെങ്കിലും. നോർ ആർ വി അഫ്രൈഡ് ഓഫ് ഡിസ്ക്ലോസിങ് അവർ ആൽക്കഹോളിസം ഓൺ ദ തിയറി ഇറ്റ് മേ കോസ് ഫിനാൻഷ്യൽ ഹാം. അതായത് നമ്മുടെ മദ്യപാനാസക്തി കൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടായത്. Nor are we afraid of disclosing our alcoholism on the theory of it may cause financial harm. Approached in this way, the most ruthless creditors will sometimes surprise us. പല കടക്കാരും നമ്മളെ അത്ഭുതപ്പെടുത്തും. Arranging the best deal we can let these people know we are sorry. അതായത് നമ്മൾ അവരോട് ഇങ്ങനെ ക്ഷമ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രമ്യതയ്ക്ക് തയ്യാറാകുമ്പോൾ അവർ നമ്മളെ അമേസ് ചെയ്യും. ചിലപ്പോൾ അവർ പറയും പൈസ വേണ്ടാന്ന് പറയും, ചിലപ്പോൾ പകുതി പൈസ എങ്കിലും താന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് അമേസ് ചെയ്യും. അവർ ഡ്രിങ്കിങ് ഹാസ് മേഡ് us slow to pay. അപ്പം അവരോട് പറയണം നമ്മുടെ കുടിയാണ് ഇങ്ങനെ നമ്മളെ ഇത് പേ ചെയ്യാനായിട്ട് ഇതാക്കിയത്. വി മസ്റ്റ് ലോസ് അവർ ഫിയർ ഓഫ് ക്രെഡിറ്റേഴ്സ് നോ മാറ്റർ ഹൗ ഫാർ വി ഹാവ് ടു ഗോ. അപ്പൊ നമ്മൾ ഈ ക്രെഡിറ്റേഴ്സിനോടുള്ള ഭയം നമ്മൾ വിട്ടുമാറ്റണം. ഫോർ വി ആർ ലൈബിൾ ടു ഡ്രിങ്ക് ഇഫ് വി ആർ അഫ്രൈഡ് ടു ഫേസ് ദം. അപ്പോ നമ്മൾ അത് ഫേസ് ചെയ്തില്ലെങ്കിൽ എന്താണ്, നമ്മൾ വീണ്ടും കുടിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ക്രെഡിറ്റേഴ്സിനോടുള്ള കാര്യങ്ങളും നമ്മൾ പൂർത്തിയാക്കണമെന്നുള്ളതാണ്. അപ്പം ഈ വിദ്വേഷവും തീരാപ്പകയും ഒരു നിരന്തരം കലഹിക്കുന്ന നമ്മൾക്കെല്ലാം ഇത്തരം അമൻസുകൾ തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അടുത്ത അഞ്ചാമത്തെ ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്, അത് വായിക്കാവോ? ഞങ്ങൾ ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുകയും അത് അധികാരികൾ അറിയാൻ ഇടവരികയും ചെയ്താൽ അതൊരു പക്ഷേ ഞങ്ങളെ ജയിലിൽ എത്തിച്ചേക്കാം. കണക്കിൽ കുറഞ്ഞ പണവും അത് നികത്താനുള്ള മാർഗവും ഇല്ലാതെ കുഴയുന്ന അവസ്ഥയിൽ ഞങ്ങൾ എത്താം. ഈ വക കാര്യങ്ങളൊക്കെ മറ്റൊരാളോട് ഞങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇക്കാര്യങ്ങൾ പുറത്തറിഞ്ഞാൽ ജയിലിലടക്കപ്പെടുകയോ ജോലി നഷ്ടപ്പെടുകയോ ചെയ്തേക്കാം. ഒരുപക്ഷെ കണക്ക് സൂക്ഷിക്കുന്നതിലുള്ള നിസ്സാരമായ ഏതെങ്കിലും പാകപ്പിഴയാകാം അത്. ഞങ്ങളിൽ പലർക്കും അത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ
ഒരുപക്ഷെ ഞങ്ങൾ വിവാഹമോചനം നടത്തുകയും പുനർവിവാഹം ചെയ്യുകയും അതേസമയം തന്നെ ആദ്യ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടുന്ന ജീവനാംശം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് ദരിദ്രരായ അവൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വാറന്റും അയച്ചിട്ടുണ്ടാവും. ഇതും സാധാരണ കുഴപ്പങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. അടുത്ത ഉദാഹരണം പറയുന്നത് ക്രിമിനൽ കുറ്റത്തെ കുറിച്ചാണ്. അതായത് ഞങ്ങൾ ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുകയും അത് അധികാരികൾ അറിയുകയും ചിലവരുകയും ചെയ്താൽ യാതൊരു പക്ഷേ ഞങ്ങളെ ജയിലിൽ എത്തിച്ചേക്കാം. Perhaps we have committed a criminal offense which might land us in jail if we are known to the authorities. അതായത് പോലീസുകാരോ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജയിലിൽ. We may be short in our accounts and unable to make good. കണക്കിൽ കുറഞ്ഞ പണം അത് നികത്താനുള്ള മാർഗവും ഇല്ലാതെ കുഴയുന്ന അവസ്ഥയിൽ ഞങ്ങൾ എത്താം. We have already admitted this in conference to another person, but we are sure we would be imprisoned or lose our job if it were known. അതായത് ഈ വക കാര്യങ്ങളൊക്കെ മറ്റൊരാൾ നിങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നില്ലെങ്കിൽ ജയിലിൽ അടയ്ക്കപ്പെടുകയോ അല്ലെങ്കിൽ തന്റെ ജോലി നഷ്ടപ്പെടുകയോ ചെയ്തേക്കാം. ഒരു പക്ഷെ കണക്ക് സൂക്ഷിക്കുന്നതിലൂടെ നിസ്സാരമായ എന്തെങ്കിലും പാകപ്പിഴ ആകാതെ ഞങ്ങളിൽ പലർക്കും അത് സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ ഞങ്ങൾ വിവാഹമോചനം നടത്തുകയും പുനർവിവാഹം ചെയ്യുകയും അതേസമയം തന്നെ ആദ്യ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടുന്ന ജീവനാംശം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ദരിദ്രയായ അവൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്തതിനു വേണ്ടി വാറന്റും അയച്ചിട്ടുണ്ടാവും. ഇതും സാധാരണ കുഴപ്പങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. അതായത് മേ ബി ഇറ്റ്സ് ഓൺലി എ പെറ്റി ഒഫൻസ്. അത് ചെറിയൊരു ഒഫൻസ് ആയിരിക്കാം. പാഡിങ് ദ എക്സ്പെൻസ് അക്കൗണ്ട്. പാഡിങ് ദ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ചെലവില് നമുക്ക് മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് നമ്മൾ ചെലവാക്കുന്നതിനാണ് പാഡിങ് എന്ന് പറഞ്ഞത്. മോസ്റ്റ് ഓഫ് us ഹാവ് ഡൺ ദാറ്റ് സോർട്ട് ഓഫ് തിങ്സ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. മറ്റൊരു ഉദാഹരണം പറയുന്നത് മേ ബി വി ആർ ഡൈവേഴ്സ്ഡ്. നമ്മൾ ഡൈവേഴ്സ് ചെയ്ത ആളാണ് ആൻഡ് ഹാവ് റീമാരീഡ്. വീണ്ടും മറ്റൊരാളെ വിവാഹം ചെയ്തു. ബട്ട് ഹാവിന്റ് കെപ്റ്റ് അപ്പ് ദ alimony to number one. She is indigent about it and has warrant out for our arrest. That is a common form of trouble too. അപ്പൊ നമ്മൾ വീണ്ടും വിവാഹം കഴിച്ചിട്ട് ആദ്യ ഭാര്യയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട ജീവനാംശം കൊടുക്കാതിരിക്കുമ്പോൾ അവള് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടാകാം. അപ്പൊ അത് ഒരു ട്രബിൾ കൂടിയാണ്. അടുത്തത് വായിക്കാവോ? ഇത്തരം കുഴപ്പങ്ങൾ പല രൂപത്തിലാകുമെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ നയിക്കുന്ന ചില പൊതുതത്വങ്ങളുണ്ട്. ഒരാത്മീയ അനുഭവം ലഭ്യമാക്കുന്നതിന് വേണ്ടി എത്ര ദൂരം പോകാനും ഞങ്ങൾ തയ്യാറാണ് എന്ന കാര്യം സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ട് വ്യക്തിപരമായി എന്തൊക്കെ ഭവിഷ്യത്തുകൾ വന്നാലും ശരിയായ കാര്യം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശവും ശക്തിയും ഞങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജോലിയും മാന്യതയും നഷ്ടപ്പെട്ടേക്കാം, ജയിലിൽ പോകേണ്ടി വന്നേക്കാം. എങ്കിലും ശരിയായ കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഒന്നിന്റെ മുൻപിലും ഞങ്ങൾ കീഴ്പ്പെട്ടു പോകരുത്. അപ്പൊ അടുത്തത് പറയണം, ഓൾദോ ദിസ് പ്രിപ്പറേഷൻ ടേക്ക് ഇന്നൂറബിൾ പെർഫോമൻസ്. അപ്പൊ ഇത്തരം അമൻസുകൾ പല രൂപത്തിലാകാം. നമുക്ക് ഇന്യൂമറബിൾ എന്ന് പറഞ്ഞാൽ കണക്കൂട്ടാൻ കഴിയാത്ത രീതിയിലുള്ള പല രൂപത്തിലാകാം. ദർ ആർ സം ജനറൽ പ്രിൻസിപ്പിൾസ് വിച്ച് വി ഫൈൻഡ് ഗൈഡിങ്. പക്ഷെ നമ്മളെ നയിക്കുന്നത് ചില പൊതുവായിട്ടുള്ള തത്വങ്ങളാണ്. റിമൈൻഡിങ് അവർ സെൽസ് ദാറ്റ് വി ഹാവ് ഡിസൈഡ് ടു ഗോ ടു എനി ലെങ്ത്. മൂന്നാമത്തെ തവണയാണ് വി ഹാവ് ഡിസൈഡ് ടു ഗോ ടു എനി ലെങ്ത്. എത്ര ദൂരം പോകാനും നമ്മൾ തയ്യാറാണ്. എത്ര ദൂരം പോകാനും നമ്മൾ തയ്യാറാണ് എന്ന് വെച്ചാൽ ഈ പടിയിലൂടെ എത്ര ദൂരം പോകാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ളതാണ്. അത് സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ആത്മീയ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. വി ആസ്ക് ദാറ്റ് വി ഹാവ് ബി ഗിവൺ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ടു ഡു ദ റൈറ്റ് തിങ്സ്. അതായത് എന്തൊക്കെ ഭവിഷ്യത്തുകൾ വന്നാലും ശരിയായ കാര്യം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശവും ശക്തിയും ഞങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജോലിയും മാന്യതയും നഷ്ടപ്പെട്ടേക്കാം. No matter what the personal consequences may be, we may lose our positions or reputation or face jail. നമ്മൾ ജയിലിൽ അടയ്ക്കപ്പെട്ടേക്കാം. ബട്ട് വി ആർ വില്ലിങ്. പക്ഷെ വി ഹാവ് ടു ബി. നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. വി മസ്റ്റ് നോട്ട് ഷ്രിങ്ക് അറ്റ് എനിത്തിങ്. ഞങ്ങൾ ഒന്നിന്റെ മുമ്പിലും കീഴ്പ്പെട്ടു പോകരുത്, അല്ലെങ്കിൽ നമ്മൾ ഒന്നിന്റെ മുമ്പിലും താന്നു പോകരുത്, അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ടു പോകരുത് എന്നുള്ളതാണ്. അടുത്ത് വായിക്കാവോ? പലപ്പോഴും പല കാര്യങ്ങളിലും ഒരുപാട് ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകാം. സ്വയം അമിത മദ്യപാനശക്തിയുടെ പടുകുഴിയിൽ നിന്ന് ഒരാൾ മാത്രം രക്ഷപ്പെടുകയും മറ്റുള്ളവരൊക്കെ ബലിയാടാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ധൃതി പിടിച്ച് മണ്ടത്തരങ്ങൾ ചെയ്യുന്ന രക്തസാക്ഷികളല്ല ഞങ്ങൾ. ഞങ്ങൾക്കറിയാവുന്ന ഒരാൾ പുനർവിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു. കുടികൊണ്ടും വിദ്വേഷം കൊണ്ടും ആദ്യ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടിയിരുന്ന ജീവനാംശം അയാൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യ ഭാര്യ ആകെ കോപാകുലയായി. അയാളെ അറസ്റ്റ് ചെയ്യിക്കുന്നതിനുള്ള ഒരു ഉത്തരവ് അവൾ കോടതിയിൽ നിന്ന് സമ്പാദിച്ചു. അയാൾ ഞങ്ങളുടെ ജീവിതശൈലി ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾക്കൊരു ജോലി കിട്ടിയതിന് ശേഷം കുഴപ്പങ്ങളിൽ നിന്ന് അല്പാൽപമായി രക്ഷപ്പെട്ടു വരികയായിരുന്നു.
ഇതാ ഞാൻ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജിയുടെ മുൻപിൽ അയാൾ നേരിട്ട് ഹാജരാകുന്നത് ധീരവും ആകർഷണീയവുമായ ഒരു കാര്യമായേനെ. മറ്റ് ഒരു ഉദാഹരണം പറയാണ്. നമുക്കറിയാം, ആൽക്കോളിക്സ് അനോണിമസ് 1939 ഈ ബുക്ക് ഇറക്കുന്നത്. 4 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ ബുക്ക് ഇറക്കുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും ഒരുപാട് ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകാം. സ്വയം അമിത മദ്യപാനാസക്തിയിൽ പടുകുഴിയുന്ന ഒരാൾ മാത്രം രക്ഷപ്പെടുകയും മറ്റുള്ളവരൊക്കെ ബലിയാടുകയും ചെയ്യുന്നതിന് വേണ്ടി ധൃതി പിടിച്ച് മണ്ടത്തരങ്ങൾ ചെയ്യുന്ന രക്തസാക്ഷികളല്ല ഞങ്ങൾ. അതായത് ഏതെങ്കിലും ജയിലിൽ ഉടനെ പോകണം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടണം, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് പണം കട്ടിട്ടുണ്ടെന്ന് പറയുക, ഉടനെ തന്നെ അവര് നമുക്കെതിരെ പോലീസ് ആക്ഷൻ എടുക്കുക. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുന്ന രക്തസാക്ഷികളല്ല നമ്മൾ. നമ്മൾ ഞങ്ങൾക്കറിയാവുന്ന ഒരാൾ പുനർവിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പൊ ഒരു ഉദാഹരണം പറയാണ്. കുടി കൊണ്ടും വിദ്വേഷം കൊണ്ടും, അതായത് കുടി കൊണ്ടും വിദ്വേഷം കൊണ്ടും റിസെന്റ്മെന്റ് കൊണ്ടും അവൾക്ക് കൊടുക്കേണ്ടിയിരുന്ന ജീവനാംശം അയാൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യ ഭാര്യ ആകെ കോപകുലയായി. അയാളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ഉത്തരവ് അവൾ കോടതിയിൽ നിന്ന് സമ്പാദിച്ചു. അയാൾ ഞങ്ങളുടെ ജീവിതശൈലി ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ജീവിതശൈലി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അയാൾക്കൊരു ജോലി കിട്ടിയതിനു ശേഷം കുഴപ്പമില്ലെന്ന് അല്പാൽപം രക്ഷപ്പെട്ടു വരികയായിരുന്നു. അപ്പൊ ഒരു ജോലി കിട്ടുകയും ചെയ്തു, അല്പാൽപമായിട്ട് രക്ഷപ്പെട്ടു വരിക. പക്ഷെ ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇതാ ഞാൻ എത്തിയിരിക്കുന്നു, അറസ്റ്റ് ചെയ്തുകൊണ്ട് അയാൾക്ക് എന്താ പറ്റി? ഇത് മുന്നോട്ട് കൊണ്ടുപോയി. ഇതാ ഞാൻ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജിന് മുമ്പിൽ അയാൾ നേരിട്ട് കഴിഞ്ഞ ധീരവും ആകർഷമായ ഒരു കാര്യമായേനെ. പക്ഷെ അയാൾ അത് ചെയ്യാനായിട്ട് അയാൾക്ക് സാഹചര്യം കിട്ടിയില്ല. അടുത്ത് വായിക്കാവോ? അത്യാവശ്യമായിരുന്നെങ്കിൽ അയാൾ അത് തന്നെ ചെയ്യുമായിരുന്നു എന്നാണ് ഞങ്ങളും കരുതുന്നത്. പക്ഷേ അയാൾ ജയിലിലായാൽ 2 കുടുംബങ്ങൾക്ക് വേണ്ടിയും അയാൾക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. തന്റെ കുറ്റങ്ങൾ തുറന്നു സമ്മതിച്ചുകൊണ്ടും അവയ്ക്ക് ക്ഷമായാചനം ചെയ്തുകൊണ്ടും ആദ്യ ഭാര്യയ്ക്ക് ഒരു കത്തയക്കാൻ ഞങ്ങൾ അയാളോട് നിർദ്ദേശിച്ചു. അയാൾ അപ്രകാരം ചെയ്തു. ഒരു ചെറിയ തുക അയച്ചു കൊടുക്കുകയും ചെയ്തു. താൻ ഭാവിയിൽ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് അവൾക്കെഴുതി. അവൾക്ക് നിർബന്ധമാണെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് അയാൾ സൂചിപ്പിച്ചു. അവൾ അക്കാര്യത്തിൽ ഒട്ടും നിർബന്ധം പിടിച്ചില്ല. മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമേണ ശരിയായി. അപ്പൊ വീണ്ടും അത് പറയാണ്. അപ്പൊ അയാളോട് ജയിലിൽ ആയാൽ 2 കുടുംബങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു കത്ത് എഴുതാൻ പറഞ്ഞു. അപ്പൊ അയാൾ ഒരു കത്ത് എഴുതി ചെറിയ തുക അയച്ചു കൊടുക്കുകയും ചെയ്തു. താൻ ഭാവിയിൽ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് അയാൾ അവൾക്ക് തുറന്നു പറഞ്ഞു. അപ്പൊ അയാള് ഇനി അതൊക്കെ നിർബന്ധമാണെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറാണെന്നും പറഞ്ഞു. അപ്പോൾ ആ കാര്യത്തിൽ ഒട്ടും നിർബന്ധം പിടിച്ചില്ല. മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമേണ ശരിയായി. ആഹ് അടുത്ത പാരഗ്രാഫ് കൂടി വായിക്കാം. മറ്റുള്ള ആളുകളെ ശക്തിയായി ബാധിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കടുത്ത നടപടിയെടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവരുടെ സമ്മതം ആരായുന്നു. അങ്ങനെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് സഹായത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കടുത്ത നടപടി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ കുടിക്കരുത് എന്നാണ്. അപ്പൊ മറ്റുള്ള ആളുകളെ ശക്തിയായി ബാധിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കടുത്ത നടപടി എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവരുടെ സമ്മതം ആരായുന്നു. അങ്ങനെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് സഹായത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കടുത്ത നടപടി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ കുടിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ ബിഫോർ ടേക്കിംഗ് ഡ്രാസ്റ്റിക് ആക്ഷൻ വിച്ച് മൈറ്റ് ഇംപ്ലിക്കേറ്റ് അതർ പീപ്പിൾ വി സെക്യൂർ their consent. If we have obtained permission, have consulted with others, asked God to help, and the drastic step indicated, we must not shrink. നമ്മൾ കുടിയിലേക്ക് തിരിച്ചു പോരുന്നത്. അത് അടുത്തും കൂടി വായിക്കാവോ? ഇത് ഒരു സുഹൃത്തിന്റെ കഥ ഞങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെയേറെ വെറുത്തിരുന്ന അയാളുടെ ഒരു ബിസിനസ് എതിരാളിയോട് രശീതി ഒന്നും കൊടുക്കാതെ അയാൾ കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. അയാൾ പിന്നീട് അങ്ങനെ പണം വാങ്ങിച്ചിട്ടുണ്ടെന്ന കാര്യം നിഷേധിക്കുകയും ആ സംഭവം അവരനെ അപമാനിക്കുന്നതിനുള്ള ഉപാധിയാക്കുകയും ചെയ്തു. അങ്ങനെ അയാളുടെ തന്നെ ഒരു ദുഷ്പ്രവൃത്തി മറ്റൊരാളുടെ മാന്യത നശിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാക്കി. യഥാർത്ഥത്തിൽ അയാളുടെ എതിരാളി നശിക്കപ്പെട്ടു. അപ്പോ മറ്റൊരു കഥ പറയാണ്. അതായത് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെയധികം അടുത്തിരുന്ന ഒരു ബിസിനസ് എതിരാളിയോട് റെസിപ്റ്റ് ഒന്നും കൊടുക്കാതെ തന്നെ പണം കടം വാങ്ങി. പിന്നീട് അയാൾ പണം വാങ്ങിച്ചിട്ടുണ്ടെന്ന കാര്യം ഇയാൾ നിഷേധിക്കുകയും ചെയ്തു. അപ്പൊ അപരനെ അപമാനിക്കുന്നതിനുള്ള ഉപാധിയാക്കി. അങ്ങനെ അയാളുടെ തന്നെ ഒരു ദുഷ്പ്രവൃത്തി മറ്റൊരാളുടെ മാന്യത നശിപ്പിക്കുന്ന മാർഗം. യഥാർത്ഥത്തിൽ അയാളുടെ എതിരാളി നശിപ്പിക്കപ്പെട്ടു. അടുത്ത് വായിക്കാവോ? തനിക്കൊരിക്കലും ശരിയാക്കിയെടുക്കാൻ പറ്റാത്ത ഒരു തെറ്റ് താൻ ചെയ്തിട്ടുള്ളതായി അയാൾക്ക് തോന്നി. ഈ പഴയ കാര്യം അയാൾ പുറത്തെടുത്താൽ അത് അയാളുടെ ബിസിനസ് പങ്കാളിയുടെ മാന്യതയെ ബാധിക്കുകയും അയാളുടെ കുടുംബത്തിന്റെ മാന്യത നഷ്ടപ്പെടുകയും തന്റെ ഉപജീവന മാർഗം അടഞ്ഞുപോവുകയും ചെയ്യുമെന്ന് അയാൾ ഭയപ്പെട്ടു. അയാൾ ആശ്രയിച്ചു കഴിയുന്നവരെ അയാളുടെ കുഴപ്പങ്ങളിൽ ഉൾപ്പെടുത്തുവാൻ അയാൾക്ക് എന്താണ് അവകാശം? തന്റെ എതിരാളിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു പരസ്യ പ്രസ്താവന അയാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും.
അയാളുടെ ഭാര്യയും ബിസിനസ് പാർട്ട്ണറെയും കണ്ട് സംസാരിച്ചിട്ട് അയാൾ ഒരു തീരുമാനത്തിലെത്തി. ഈ വിനാശകരമായ അപവാദത്തിന്റെ പേരിൽ കുറ്റക്കാരനായി ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുന്നതിനേക്കാൾ എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് വരുംവരായികൾ നേരിടുന്നതായിരിക്കും ഭേദം എന്ന് അയാൾ കരുതി. ഫലം എന്തായാലും അത് ദൈവത്തിന് വിട്ടുകൊടുക്കേണ്ടതുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. അല്ലെങ്കിൽ അയാൾ വീണ്ടും കുടി ആരംഭിക്കുകയും തനിക്കുള്ളതെല്ലാം എങ്ങനെയെങ്കിലും നശിപ്പിക്കുകയും ചെയ്യും. വളരെ കാലം കൂടി അയാൾ ആദ്യമായി ഒരു പള്ളിയിലെത്തി. അവിടുത്തെ പ്രഭാഷണത്തിന് ശേഷം ശാന്തനായി എഴുന്നേറ്റ് നിന്ന് എല്ലാത്തിനെക്കുറിച്ചും ഒരു വിശദീകരണം നൽകി. അയാളുടെ പ്രവൃത്തിക്ക് വിപുലമായി അംഗീകാരവും ലഭിച്ചു. ഇന്ന് അയാൾ അയാളുടെ പട്ടണത്തിലെ ഏറ്റവും അധികം വിശ്വസ്തനായ പൗരനാണ്. ഇതെല്ലാം സംഭവിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ വീണ്ടും വീണ്ടും പറയാം, ശരിയാക്കി എടുക്കാൻ പറ്റാത്ത ഒരു തെറ്റിനെ കുറിച്ചാണ് പറയാ. അപ്പൊ അയാൾ ആ പഴയ കാര്യം എന്ത് പുറത്തെടുത്താൽ അയാളുടെ ബിസിനസ് പങ്കാളി അയാളുടെ മാന്യതയെ ബാധിക്കും, അയാളുടെ കുടുംബത്തിന്റെ മാന്യതയെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അയാളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടും. അപ്പൊ അയാളെ ആശ്രയിച്ച് കഴിയുന്നവരെ അയാളുടെ കുഴപ്പങ്ങളിൽ ഉൾപ്പെടുത്തുക അയാൾക്ക് എന്താണ് അവകാശം. അപ്പൊ അങ്ങനെ അയാൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി നഷ്ടപ്പെടുകയും അയാളുടെ കുടുംബാംഗങ്ങളെല്ലാം അതിനകത്ത് പെടുകയും ചെയ്യും. തന്റെ എതിരാളിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു പരസ്യ പ്രസ്താവന അയാൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? അയാളുടെ ഭാര്യയും ബിസിനസ് പാർട്ട്ണറെയും കണ്ട് സംസാരിച്ചിട്ട് അയാൾ ഒരു തീരുമാനത്തിലെത്തി. ഈ വിനാശകരമായ അപവാദത്തിന്റെ പേരിൽ കുറ്റക്കാരനായി ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുന്നതിനേക്കാൾ എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് വരും വരായികൾ നേരിടുന്നതായിരിക്കും ഭേദമെന്ന് അയാൾ കരുതി. ഫലം എന്തായാലും അത് ദൈവത്തിന് വിട്ടുകൊടുക്കേണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. അപ്പം റിസൾട്ടിന് ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അയാൾ വീണ്ടും അല്ലെങ്കിൽ അയാൾ വീണ്ടും കുടി ആരംഭിക്കും, അല്ലെങ്കിൽ തനിക്കുള്ളതെല്ലാം എങ്ങനെയും നശിപ്പിക്കപ്പെടുകയോ. വളരെ കാലം കൂടി അയാൾ ആദ്യമായിട്ട് ഒരു പള്ളിയിലെത്തി. അവിടുത്തെ പ്രഭാഷണത്തിന് ശേഷം സാധന എഴുന്നേറ്റ് നിന്ന് എല്ലാത്തിനെയും കുറിച്ചൊരു വിശദീകരണം നൽകി. അയാളുടെ പ്രവൃത്തിക്ക് വിപുലമായ അംഗീകാരവും ലഭിച്ചു. ഒരു പക്ഷേ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും ഇവിടെ ഉദാഹരണമായിട്ട് പറയാം. എന്നാൽ അയാളുടെ പട്ടണത്തിലെ ഏറ്റവും അധികം വിശ്വസ്തനായ പൗരനാണ്. ഇതെല്ലാം സംഭവിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഒരു പാരഗ്രാഫ് കൂടി വായിച്ചിട്ട് നിർത്തിയാലോ? ഒരു പാരഗ്രാഫ് കൂടി വായിക്കും. ഗാർഹികമായും പ്രശ്നങ്ങളുണ്ടാക്കാനുള്ള സാധ്യത ധാരാളമുണ്ട്. പുറത്തു പറയാൻ പഠിക്കുന്ന തരത്തിലുള്ള രീതിയിൽ നാം സ്ത്രീകളുമായി ഒരുപക്ഷെ ഇടപഴകുന്നവരാകാം. ഇക്കാര്യത്തിൽ മറ്റാളുകളിൽ നിന്ന് അടിസ്ഥാനപരമായി കൂടുതൽ മോശപ്പെട്ടവരാണോ അമിത മദ്യപാനാസക്തർ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ കുടി കുടുംബത്തിൽ ലൈംഗിക ബന്ധങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. കുറച്ചു കാലത്തെ ഒരു അമിത മദ്യപാനാസക്തനോടൊത്തുള്ള ജീവിതം കൊണ്ട് ഒരു ഭാര്യ പരിക്ഷീണയും വിദ്വേഷവതിയും ആരോടും ഒന്നും മിണ്ടാത്തവളുമായി തീരുന്നു. ഭർത്താവാകട്ടെ ഏകാന്തത അനുഭവിക്കുന്നവനും തന്നെക്കുറിച്ച് തന്നെ ദുഃഖിതനുമായി തീരുന്നു. മദ്യത്തിനു പുറമെ മറ്റെന്തിനോ കൂടി വേണ്ടി നൈറ്റ് ക്ലബ്ബുകളിലോ അതുപോലെയുള്ള സ്ഥലങ്ങളിലോ അയാൾ ചുറ്റിത്തിരിയാൻ തുടങ്ങുന്നു. തന്നെ ശരിയായി മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയുമായി അയാൾക്ക് അതിശക്തമായ സ്വകാര്യ ബന്ധം ഉണ്ടായേക്കാം. വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ പറയട്ടെ, അവൾ അയാളെ ശരിക്കും മനസ്സിലാക്കുന്നവളായിരിക്കാം. പക്ഷേ അത്തരമൊരു കാര്യം കൊണ്ട് എന്ത് നേട്ടമുണ്ടാകാൻ പോകുന്നത്? ഇപ്രകാരം പരസ്ത്രീ ബന്ധം പുലർത്തുന്ന ഒരാൾ പലപ്പോഴും ദുഃഖിതനായിരിക്കും. പ്രത്യേകിച്ച് അയാൾ വിവാഹം ചെയ്തിരിക്കുന്നത് എല്ലാ നരകങ്ങളും അയാളോടൊത്ത് അനുഭവിച്ചിട്ടുള്ള കൂറും ധീരതയുമുള്ള ഒരു ഭാര്യയാണ് അവളെങ്കിൽ. അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് ഗാർഹികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ധാരാളം ഉണ്ട്. പുറത്ത് പറയാൻ മടിക്കുന്ന തരത്തിലുള്ള രീതിയിൽ നാം സ്ത്രീകളുമായി ഒരു പക്ഷേ ഇടപെടുന്നത്. അപ്പൊ പെയ്ഡ് സെക്സിനോ ഒക്കെ പോകുന്നവരുണ്ട്. ഈ കാര്യത്തിൽ മറ്റാളുകളിൽ നിന്ന് അടിസ്ഥാനപരമായി കൂടുതൽ മോശപ്പെട്ടവരാണോ അമിത മദ്യപാനാസക്തി ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളും ആൽക്കഹോളിക് അല്ലാത്ത ആളുകളും തമ്മിൽ ഈ തരം കാര്യങ്ങളിൽ വളരെ മോശക്കാരാണ് ആൽക്കഹോളിക് എന്നാണ് അവിടെ പറയാൻ അവർ ശ്രമിക്കുന്നത്. പക്ഷെ കുടി കുടുംബത്തിൽ ലൈംഗിക ബന്ധങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. കുറച്ചു കാലത്തെ ഒരു അമിത മദ്യപാനാസക്തിയുള്ള ജീവിതം കൊണ്ട് ഒരു ഭാര്യ പരീക്ഷണയും വിദ്വേഷവതിയും ആരോടും ഒന്നും മിണ്ടാത്തവളുമായി തീരുന്നു. അവൾ ഒറ്റപ്പെടുന്നു. ഭർത്താവാകട്ടെ ഏകാന്തത അനുഭവിക്കുന്നവനും തന്നെക്കുറിച്ച് തന്നെ ദുഃഖിതനുമായി തീരുന്നു. മദ്യത്തിന് പുറമെ മറ്റെന്തിനോ കൂടി വേണ്ടി നൈറ്റ് ക്ലബ്ബുകളിലോ അതുപോലുള്ള സ്ഥലങ്ങളിലോ അയാൾ ചുറ്റിത്തിരിയാൻ തുടങ്ങുന്നു. അപ്പൊ നമ്മള് മറ്റ് ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോയെന്നിരിക്കാം. നമുക്ക് അതിന്റെ ഇന്നർ മീനിങ് എനിക്ക് മനസ്സിലാവുന്നത് അതാണ്, ചുറ്റിത്തിരിയുക എന്നൊക്കെ പറഞ്ഞ്. തന്നെ ശരിയായി മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയുമായി അയാൾക്ക് അതിശക്തമായ സ്വകാര്യ ബന്ധം ഉണ്ടായിരിക്കാം. വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ പറയട്ടെ, അവൾ അയാളെ ശരിക്കും മനസ്സിലാക്കുന്നവളായിരിക്കാം. പക്ഷെ അത്തരം ഒരു കാര്യം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇപ്പൊ നമ്മള് ഭാര്യയെ കൂടാതെ മറ്റൊരാളെ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നവരായിരിക്കാം. അതുകൊണ്ടൊരു കാര്യമില്ല. ഇപ്രകാരം പരസ്ത്രീ ബന്ധം പുലർത്തുന്ന ഒരാൾ പലപ്പോഴും ദുഃഖിതനായിരിക്കും. അപ്പൊ അയാൾ ദുഃഖിതത്തിലായിരിക്കും. പ്രത്യേകിച്ച് അയാൾ വിവാഹം ചെയ്തിരിക്കുന്നത് എല്ലാ നരകങ്ങളും നമ്മൾ വായിക്കണം. എല്ലാ നരകങ്ങളും അയാളോടൊത്ത് അനുഭവിച്ചിട്ടുള്ള കൂറും ധീരതയുമുള്ള ഒരു ഭാര്യയാണ് അവളെങ്കിൽ. അപ്പൊ നമ്മുടെ ഭാര്യ എന്റെ ഭാര്യ എല്ലാ നരകങ്ങളും എന്നോടൊപ്പം അനുഭവിച്ചിട്ടുള്ളതാണ്. അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. അപ്പൊ എന്നോടൊപ്പം നിൽക്കുകയും ധീരതയുള്ള ഒരു ഭാര്യയാണ് അവളെങ്കിൽ നമ്മൾ ഈ പരസ്പര ബന്ധം പുലർത്തുമ്പോൾ നമ്മൾ എപ്പോഴും ദുഃഖിതനായിരിക്കും. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ ഇതിനകത്തൊക്കെ അമൻസിനെ കുറിച്ചാണ് പറയുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച
ബാക്കി പേജുകളിലൂടെ പോകുമ്പോൾ മനസ്സിലാവും. കുറെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.